വംദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കൂ, വേറിട്ട് നിൽക്കൂ. സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ കൂടെ നിൽക്കാതെ ഒറ്റയൊറ്റയായി മാറി മാറി നിൽക്കൂ. നിങ്ങൾക്കിന്ന് അല്ലാഹു തആല അനുഗ്രഹങ്ങൾ നൽകി സ്വർഗത്തിലയച്ച ആളുകളുടെ കൂടെ കൂടാൻ കഴിയില്ല. പലരും പോകുന്നത് കണ്ടിട്ട് അവരുടെ കൂടെ പോകാമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്കെല്ലാമുള്ള പ്രതിഫലം നൽകാൻ പോവുകയാണ്. വംദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ നിങ്ങൾ വേറിട്ട് നിൽക്കുക, മാറി നിൽക്കുക എന്ന പ്രഖ്യാപനം മഹ്ശറയിൽ കേൾക്കും. അപ്പോൾ ഈ കുറ്റവാളികളായ ആളുകൾ മഹ്ശറയിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരയും. ആ സമയത്ത് ചോദിക്കും, അലം അഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദുശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. നിങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചിട്ടില്ലായിരുന്നോ? പറഞ്ഞിട്ടില്ലായിരുന്നോ? നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ ആള് വന്നിട്ടില്ലായിരുന്നോ? പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണെന്നും അവൻ നിങ്ങളെ വഴിപിഴപ്പിച്ചു കളയുമെന്നൊക്കെ നിങ്ങൾക്ക് മുന്നറിയിപ്പുകൾ പലതും കിട്ടിയില്ലേ? ഇബ്ലീസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞില്ലേ? ശൈത്താനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അവന്റെ വഴി പിന്തുടരരുത് എന്ന് എത്രയാണ് നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയത്? അള്ളാഹുവിന്റെ അനുശാസനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങളോട് പറഞ്ഞില്ലേ, വാനി അബ്ദൂനി ഹാദാ സിറാത്തും മുസ്തഖീം, എന്നെ പിൻപറ്റുകയും എന്നെ ആരാധിക്കുകയും ശരിയായ വഴി പിൻപറ്റി ജീവിക്കുകയും ചെയ്യൂ എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? നേരായ മാർഗം ഇതാണ്, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കണം. വാനി അബ്ദൂനി, എന്നെ നിങ്ങൾ ആരാധിക്കൂ, ഇതാണ് വഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് ശരിയായ വഴി എന്ന് നിങ്ങൾക്ക് മാർഗദർശനവും മുന്നറിയിപ്പും പിശാചിനെ സംബന്ധിച്ചും ശരിയായ വഴിയെ സംബന്ധിച്ചും ഒക്കെ കൃത്യമായ ബോധം നിങ്ങൾക്ക് വന്നില്ലേ? അപ്പൊ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് പെട്ടതല്ല, നിങ്ങൾക്കിതൊക്കെ അറിയാമായിരുന്നല്ലോ. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ അഫലം തകൂനൂ തഅഖിലൂൻ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള പലരെയും പിശാച് പിഴപ്പിച്ച് വഴിപിഴപ്പിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അടർത്തി മാറ്റിയത്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പല സംഘങ്ങളെയും പിശാച് അടർത്തി മാറ്റിയതൊക്കെ നിങ്ങൾ കണ്ടില്ലേ? എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിച്ചു മനസ്സിലാക്കിയില്ല, ആലോചിച്ച് ജീവിച്ചില്ല? അഫലം തകൂനൂ തഅഖിലൂൻ, നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിച്ചു മനസ്സിലാക്കി ആലോചിച്ച് ജീവിച്ചില്ല എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. പലരെയും നിങ്ങൾ കണ്ടില്ലേ? അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അടർന്നും തെറിച്ചും പോയ ആളുകൾ, ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിസ്സാര കാരണങ്ങൾ കാരണം തെറിച്ചുപോയ ആളുകൾ, മതത്തിൽ നിന്ന് തന്നെ തെറിച്ചുപോയ ആളുകൾ, പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയ അടിസ്ഥാനങ്ങളിൽ നിന്ന് തെറിച്ചുപോയ ആളുകൾ, പരിശുദ്ധമായ ദീനിന്റെ പാരമ്പര്യത്തിൽ നിന്ന് തെറിച്ചുപോയ ആളുകൾ, ഇമാമീങ്ങളിൽ നിന്ന് തെറിച്ചുപോയ ആളുകൾ, മദ്ഹബുകളിൽ നിന്ന് മഹാന്മാരായ മുൻഗാമികൾ രൂപപ്പെടുത്തിയ കർമ്മശാസ്ത്ര സരണികളിൽ നിന്ന് തെറിച്ചുപോയ ആളുകൾ. അങ്ങനെ ലോകത്ത് എത്ര ആളെ കാണാനുണ്ട്? നിങ്ങളെക്കാൾ ബുദ്ധിയുള്ള പലരും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ദീനിന്റെ ആശയങ്ങളിൽ നിലനിൽക്കുന്നുണ്ടാവില്ല, തെറിച്ചു പോയിട്ടുണ്ടാവും. പലരെയും ആരാണ് ഈ വഴിപിഴപ്പിച്ചു കളഞ്ഞത്? പിശാചാണ് വഴിപിഴപ്പിച്ചു കളഞ്ഞത്. അത് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയല്ലേ? പലരും വഴിപിഴച്ചു പോയത് നിങ്ങൾ കണ്ടില്ലേ? വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ അഫലം തകൂനൂ തഅഖിലൂൻ ഹാദിഹി ജഹന്നമുല്ലത്തി കുന്തും തുഅദൂൻ, ഇതാ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ട, അല്ലാഹു തആല നേരത്തെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്ന, പ്രവാചകന്മാർ നിങ്ങളോട് പറഞ്ഞിരുന്ന നരകമിതാ. ഹാദിഹി ജഹന്നമുല്ലത്തി കുന്തും തുഅദൂൻ ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ, ഇന്നത്തെ ദിവസം അതിലേക്ക് വീണ് എരിഞ്ഞ് അടങ്ങിക്കോ. ഒരു മാന്യമായ വർത്താനവും ഇല്ല. ഇന്നത്തെ ദിവസം നിങ്ങൾ അതിൽ കിടന്ന് എരിയാനുള്ളവരാണ്. അതിലേക്ക് വീണോ? നിങ്ങളുടെ കുറ്റം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കി തന്നതിനു ശേഷം, ഇന്നലെ നമ്മൾ പറഞ്ഞു, ശക്തരായ സാക്ഷികൾ മനുഷ്യനെതിരെ വാദിക്കും. മലക്കുകൾ വരും, നമ്മുടെ കർമ്മങ്ങളുടെ പുസ്തകം വായിക്കും. അതിനുശേഷം മനുഷ്യന് ഒരു പഴുതുപോലും രക്ഷപ്പെടാൻ പറ്റാത്തവണ്ണം മനുഷ്യന്റെ ശരീരം തന്നെ ദുനിയാവിൽ ചെയ്തതെല്ലാം അവിടെ വിളിച്ചു പറയും. മനുഷ്യന്റെ ശരീരം തന്നെ ദുനിയാവിൽ ഈ മനുഷ്യൻ എന്തെല്ലാം ചെയ്തു കൂട്ടിയോ അതെല്ലാം മനുഷ്യന്റെ ശരീരം വിളിച്ചു പറയുന്നതോടെ മനുഷ്യൻ നിസ്സഹായ അവസ്ഥയിലെത്തും. ആരും സഹായിക്കാനില്ലത്. കാരണം ആരാ സാക്ഷി പറഞ്ഞത്? സാക്ഷി പറഞ്ഞത് സ്വന്തം ശരീരമാണ്. അള്ളാഹു അല്ല, മലക്കുകളല്ല, വേറൊരാൾ പറഞ്ഞല്ല, ഞാൻ അയാൾ ചെയ്യുന്നത് കണ്ടു എന്ന് പറഞ്ഞല്ല, സ്വന്തം ശരീരം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും ഇന്ന തെറ്റുകൾ അവൻ ചെയ്തു എന്ന്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അല്ലാഹു തആല അവരുടെ വായകൾക്ക് സീൽ വെക്കും. വതുകല്ലിമുനാ ഐദീഹിം, അവരുടെ കൈകൾ സംസാരിക്കും. വതഷ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ അതിന് സാക്ഷി പറയും. ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ കുറിച്ചെല്ലാം.
അവർ പ്രവർത്തിച്ചു വന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവരുടെ ശരീരം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ പറയാനുണ്ടാവും, നമ്മുടെ ദേഹം എന്തെല്ലാം വിളിച്ചു പറയാനുണ്ടാകും. അങ്ങനെ എല്ലാ നിസ്സഹായതയുടെയും എല്ലാ നിസ്സാരതയുടെയും അവസ്ഥ അനുഭവിക്കുമ്പോഴാണ് ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്, പടച്ചവനെ ഞാൻ എൻ്റെ മക്കളെ തരാം, പകരമായി എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ? ഒരു പഴുത് രക്ഷപ്പെടാനുണ്ടോ എന്ന് മനുഷ്യൻ അന്വേഷിക്കും. മക്കളെ തരാം, പകരം എന്നെ നരകത്തിൽ നിന്ന് കരകയറ്റിത്തരണം. ഞാൻ ജീവിച്ചതൊക്കെ അവർക്ക് വേണ്ടിയാണ്, എനിക്ക് പകരം അവർ നരകത്തിൽ പോയിക്കോളും. എനിക്ക് പകരം എൻ്റെ ഭാര്യ പോകും, എൻ്റെ മക്കൾ പോകും, എൻ്റെ കുടുംബം പോകും എന്ന് മനുഷ്യൻ വിലപിക്കും. മക്കളെ തിരിച്ചും പറയും, ഈ വാപ്പയും ഉമ്മയും കാരണമാണ് ഞാൻ നശിച്ചു പോയത്. ഇവരെ നേർവഴിക്ക് നടത്തിയിരുന്നെങ്കിൽ ഞാൻ നശിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഇവരെ ആദ്യം നരകത്തിൽ വിടണം, എന്നിട്ട് അവരുടെ പുറത്ത് കയറി നിൽക്കാനാണ് എനിക്ക് താല്പര്യം. അവരുടെ പുറത്താണ് എനിക്ക് നിൽക്കേണ്ടത്, കാരണം ഇവരാണ് എന്നെ നശിപ്പിച്ചത്. മനുഷ്യൻ പരസ്പരം പഴിചാരും, ഇയാളെ നരകത്തിൽ വിടണം, അയാൾ കാരണമാണ് ഞാൻ പോയത്, ഇയാൾ കാരണമാണ് ഞാൻ പോയത്. പക്ഷേ വംദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ ഇങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് പറയുമ്പോൾ, ഓരോരുത്തരുടെയും ശരീരം അതിന് സാക്ഷി പറയുമ്പോൾ, ചെയ്തു പോയ തെറ്റുകൾ ഏറ്റേറ്റു പറയുമ്പോൾ, മലക്കുകൾ പല ആവർത്തി അവിടെ പറയുമെന്നാണ്, നിങ്ങൾക്ക് നബിമാര് വന്നില്ലായിരുന്നോ? അലം യഅതികും റുസുലും മിൻകും യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും വയുൻദിറൂനകും ലിഖാഅ യൗമിക്കും ഹാദാ ഖാലൂ ബലാ വലാകിൻ ഹഖ്ഖത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ. പലപ്പോഴും മലക്കുകൾ ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് നബിമാര് വന്നില്ലേ? അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസമുണ്ട് നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ? വയുൻദിറൂനകും ലിഖാഅ യൗമിക്കും ഹാദാ, ഈ നരകവും സ്വർഗവും അള്ളാഹുവിന്റെ മഹ്ശറും പരലോകവും വിചാരണയും റബ്ബിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും എന്ന് പല ആവർത്തി കേട്ടില്ലേ? ഇവിടെ വന്ന് വിലപിച്ചിട്ട് എന്ത് ചെയ്യാൻ? ദുനിയാവുന്നായിരുന്നു ഇതെങ്കിൽ അവരവിടുന്ന് വീണ്ടും പറയുമെന്നാണ്, പടച്ചവനെ ഞങ്ങളെ ഒന്ന് തിരിച്ചയക്കണം, മടങ്ങിയാൽ ഞങ്ങൾ ദുനിയാവിൽ പോയാൽ ഞങ്ങൾ ഏറ്റവും നല്ല ആളുകളായി ജീവിച്ചോളാം, സദക്ക കൊടുക്കാം, സക്കാത്ത് കൊടുക്കാം, നിസ്കരിക്കാം, നോമ്പെടുക്കാം, സ്വാലിഹീങ്ങൾ ജീവിച്ചതുപോലൊക്കെ ജീവിച്ചോളാം, ഞങ്ങളെ ഒന്ന്. ഇത് പറയുന്ന ദുനിയാവിൽ തന്നെ ഒരു രംഗമുണ്ട്, മനുഷ്യൻ പറയുന്ന രംഗം, അത് മലക്കുൽ മൗത്തിനെ കാണുന്ന രംഗമാണ്. മലക്കുൽ മൗത്തിനെ കാണുന്ന രംഗത്താണ് പറയാ, പടച്ചവനെ എൻ്റെ സമയം തീർന്നോ, കുറച്ച് സമയം കൂടെ തന്നാൽ ഞാൻ നന്നായിക്കോളാം, ഒരു റമളാനൂടെ തന്നാൽ ഞാനൊരു ഖത്ത് ഓതിക്കോളാം, ഒരു റമളാനും കൂടെ തന്നാൽ ഞാൻ കുറച്ച് തസ്ബീഹ് ചൊല്ലിക്കോളാം, ഒരു റമളാനും കൂടെ തന്നാൽ ഞാൻ തൗബ ചെയ്തോളാം, ഒരു റമളാനും കൂടെ തന്നാൽ ഞാൻ പല സൽക്കർമ്മങ്ങളും ചെയ്യാം എന്ന് മലക്കുൽ മൗത്തിനെ കാണുമ്പോൾ മനുഷ്യൻ വിലപിക്കുന്ന ഒരു രംഗമാണ്. എന്നെ ഒന്ന് തിരിച്ചുവിട്ടാൽ ഞാൻ എന്ത് ചെയ്തോളാം, സൽക്കർമ്മം കഴിഞ്ഞു, നിന്റെ സമയം പീരീഡ് അവസാനിച്ചു. അള്ളാഹു അതിനെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ മനുഷ്യൻ വിലപിക്കുന്ന രംഗമാണിതെല്ലാം. അപ്പൊ മഹ്ശറയിലും ഞങ്ങളെ ഒന്ന് തിരിച്ച് റബ്ബെ നീ പറഞ്ഞയച്ചു നോക്കൂ, സ്വർഗത്തിൽ പോയ ആളുകളെക്കാൾ നല്ലതുപോലെ ഞങ്ങൾ അമല് ചെയ്യാം. വീണ്ടും പറഞ്ഞു, നരകത്തിന്റെ ചർച്ച അവസാനിപ്പിച്ചതിന് ശേഷം വലൗ നശാഉ ലതമസ്നാ അലാ അയ്യുനിഹിം ഫസ്തബഖുസ് സിറാത്ത ഫഅന്നാ യുബ്സിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരുടെ കണ്ണുകൾ കാഴ്ച എടുത്തു കളയുമായിരുന്നു, കണ്ണ് തുടച്ചു കളയുമായിരുന്നു. അവരന്ധന്മാരായി കാഴ്ചയില്ലാത്തവരായി മുന്നോട്ടോ പിന്നോട്ടോ ഒക്കെ നീങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലായിപ്പോയേനെ. കാഴ്ചയില്ലാത്തൊരവസ്ഥയിലാക്കാൻ അള്ളാഹുവിന് പറ്റുമായിരുന്നു. ഇവിടെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ കാഴ്ച എടുത്തു കളയാൻ അള്ളാഹുവിനൊരു പ്രയാസവും ഇല്ല. വളരെ പെട്ടെന്ന് എടുത്തു കളയാവുന്നതാണ്. കാരണം വളരെ ചെറിയൊരു അവയവമാണ്. അതുകൊണ്ട് മനുഷ്യനുള്ള ഉപകാരം വലുതാണ്. ഒന്നും അറിയാത്തവനായി അവനെ മാറ്റാമായിരുന്നു. വലൗ നശാഉ ലമസഖ്നാഹും അലാ മകാനതിഹിം ഫമസ്തതഉ മുദിയ്യൻ വലാ യർജിഊൻ. അവർ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിർത്തിക്കൊണ്ട് അവരെ കോലം മറിച്ച് കളയാമായിരുന്നു. അങ്ങനാണെങ്കിൽ അവർക്ക് മുമ്പോട്ട് പോകാനും പറ്റില്ല, തിരിച്ചു പോകാനും കഴിയില്ല. ആ അവസ്ഥയിൽ അവരെ കോലം മറിച്ച് കളയാനും അള്ളാഹുവിന് പറ്റുമായിരുന്നു. ഇന്നലെ നമ്മൾ ഇത് രണ്ടും പറഞ്ഞു വെച്ചിട്ടുണ്ട്, കോലം മറിക്കലും. അപ്പം അത് കഴിഞ്ഞപ്പോൾ നമ്മളെ മൊല്ലാക്കോസ്താവ് പറഞ്ഞു, ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ, അള്ളാഹു തആല കോലം മറിച്ച് വല്ല പോത്തൊക്കെ ആക്കി ആളുകൾ വെട്ടി തിന്നേനെന്ന് പറഞ്ഞു. ചെയ്തു പോയ തെറ്റിനെ നമ്മളെ കോലം മറിച്ചിട്ട് വല്ല പോത്തൊക്കെ ആക്കിയാൽ ചുറ്റി അടക്കുമ്പോൾ ആളുകൾ പിടിച്ചെന്ത് ചെയ്തേനെ? പിന്നെ ആളുണ്ടാവില്ല. അതാ രസം, ആളുണ്ടാവില്ല. പല ജീവികളുടെ കോലത്തിൽ കോലം മറിക്കപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിച്ചല്ലോ. കുരങ്ങുകളായി, അതുപോലെ പന്നികളായി, പട്ടികളായി, പലതരത്തിലുള്ള അവസ്ഥാന്തരങ്ങളിൽ മരണത്തിന് ശേഷവും കോലം മറിക്കപ്പെട്ടവരുടെ ചരിത്രമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ കോലം മറിച്ചാൽ ആലോചിച്ച് നോക്കി നമ്മൾ എന്തായി തീരും. അതാ പറഞ്ഞ, മുന്നോട്ട് പോകാനോ തിരിച്ച് വീട്ടിൽ പോകാനോ
പറ്റില്ല, എവിടെയാണെന്നറിയില്ല. ഒരു വീട്ടിൽ നിന്ന് വാപ്പയും ഉമ്മയും മക്കളും എല്ലാം കൂടെ ഇറങ്ങിയാണ്. വാപ്പ തെറ്റ് ചെയ്തു, കോലം പറഞ്ഞ് പൂച്ചയായിപ്പോയി, മക്കള് കാക്കയായിപ്പോയി, ഭാര്യ വേറെ ഏതെങ്കിലും ഒരു ജീവിയായിപ്പോയി. പിന്നെ എങ്ങോട്ടാ അവർ മടങ്ങുക? പിന്നെ ആർക്കാ വീട്? പിന്നെ എവിടെയാണ് ജീവിതം? അപ്പൊ മുൻഗാമികളായ പലർക്കും കോലം മറിക്കലുകൾ ഉണ്ടായിരുന്നുവെങ്കിലും നമ്മുടെ ഉമ്മത്തിന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു അത്തരം ശിക്ഷകളൊക്കെ എടുത്തു മാറ്റി ചെയ്തില്ല. അള്ളാഹു തആല നമ്മെ അതിനെ തൊട്ടൊക്കെ കാത്തുരക്ഷിച്ചു. അപ്പോ നമ്മൾ ഓരോരുത്തരും ഇതൊക്കെ വളരെ നിസ്സാരമായി റബ്ബിന് ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ഒരു ഹോർമോൺ അധികമായാൽ മനുഷ്യന്റെ ശരീരത്തിന് പല മാറ്റങ്ങൾ ഉണ്ടാകും. പലതും നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങൾ കാരണമാണ് നമുക്ക് താടി വളരുക, മുടി വളരുക, നഖം വളരുക, ശരീരത്തിന്റെ അവയവങ്ങൾ വളരുക. ചില ഹോർമോണുകളിൽ വ്യതിയാനം വന്നാൽ പുരുഷനും സ്ത്രീയും, പുരുഷ ഹോർമോണുണ്ട്, സ്ത്രീയുടെ ഹോർമോണുണ്ട്. ഉമ്മയുടെ ഉപ്പയുടെ ഉദരത്തിലിരിക്കുമ്പോൾ നമ്മുടെ ക്രോമസോമുകളുടെ എണ്ണത്തിൽ ഏറ്റക്കുറച്ചിൽ വന്നാൽ ഘടനയിൽ തന്നെ മാറ്റം വരും. അള്ളാഹുവിന് വലിയ സമയമൊന്നും വേണ്ട ഒരു മനുഷ്യന്റെ ശരീരത്തെ ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ച റബ്ബിനൊന്നും തിരിച്ചു വെക്കാൻ, അല്ലെങ്കിൽ കോലം മറിക്കാനൊന്നും അള്ളാഹുവിന് അധിക സമയമൊന്നും വേണ്ട. അത്ര നിസ്സാരമാണ് മനുഷ്യന്റെ ശരീരത്തിന്റെ ക്രമീകരണങ്ങൾ സൃഷ്ടാവായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം. അത്രയും നിസ്സാരമായിട്ട് കൂട്ടത്തിൽ പുരുഷന്റെ വേഷം കെട്ടുന്ന സ്ത്രീകളും സ്ത്രീകളുടെ വേഷം കെട്ടുന്ന പുരുഷന്മാരും അവരെ അള്ളാഹു ലഅനത്ത് ചെയ്തിട്ടുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. സ്ത്രീയുടെ വേഷം കെട്ടുന്ന പുരുഷനും പുരുഷന്റെ വേഷം കെട്ടുന്ന സ്ത്രീകളും പെരുന്നാളിനൊക്കെ വസ്ത്രം എടുക്കുന്ന സമയത്ത് മനുഷ്യന്റെ മാന്യതയ്ക്ക് ഉതകുന്ന വസ്ത്രം എടുക്കണം. മനുഷ്യന്റെ മാന്യതയ്ക്ക് പറ്റുന്ന വസ്ത്രം, പലതരത്തിലുള്ള വസ്ത്രങ്ങൾ പെരുന്നാൾ സമയത്താണ് ഇറങ്ങുക. പണ്ടത്തെ മില്ലിൽ അരി പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട സഞ്ചി പോലെയുള്ള പാൻറ്റും ഒക്കെ. ഇന്നലെ ഒരു പയ്യൻ വീഡിയോയിൽ പറയുന്ന കേട്ട്, ഞാൻ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ചെല്ലുന്നുണ്ട് ഹത്തീബ് ഞെട്ടണം, അങ്ങനത്തെ ഒരു ഡ്രസ്സ് വേണം, അത് പള്ളിയിലെ ഉസ്താദെന്ന് ഞെട്ടണം, അങ്ങനത്തെ ഒരു ഡ്രസ്സ് വേണം. ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ഇന്ന് മനുഷ്യരുടെ ഇടയിലുണ്ട്. പുരുഷന്റെ വേഷം കെട്ടി സ്ത്രീകൾ പ്രത്യക്ഷപ്പെടുന്ന കാലം, സ്ത്രീകളുടെ വേഷം കെട്ടി പുരുഷന്മാർ പ്രത്യക്ഷപ്പെടുന്ന കാലം. അപ്പൊ അതൊക്കെ അല്ലാഹു തആല നമുക്ക് തന്ന ഘടന ഏതാണോ ആ ശരീരത്തെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് നല്ല വസ്ത്രം ധരിക്കാനാണ് ഇസ്ലാം പറയുന്നത്. നല്ല വസ്ത്രം ധരിക്കുക, നമ്മുടെ ഔറത്ത് മറഞ്ഞു കിടക്കുന്ന ഏറ്റവും ചൊവ്വായ വസ്ത്രം, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക. ആ വസ്ത്രത്തിലും എന്ത് ചെയ്യരുത്, ഈ പറഞ്ഞതുപോലെ ഇപ്പൊ പല ഫാഷനുകളൊക്കെ മാറി വന്നിട്ടുണ്ട്. ആ വസ്ത്രത്തിലും പരിധി വിട്ട് പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. നമ്മുടെ മക്കൾക്ക് നമ്മളത് പഠിപ്പിച്ചു കൊടുക്കാം. ഇപ്പൊ പെരുന്നാളോടനുബന്ധിച്ച് ചില ആളുകൾ വിചാരിക്കുന്നത് 27 രാവ് കഴിഞ്ഞാൽ പിന്നെ റമളാൻ കഴിഞ്ഞു എന്നാണ്. 27 രാവ് കഴിഞ്ഞാൽ റമളാൻ, തീർച്ചയായും അത് തെറ്റാണ്. റമളാനിന്റെ അവസാന സെക്കൻഡ് വരെ മുഅ്മിനായ മനുഷ്യൻ റമളാനിലാണ് എന്ന ചിന്തയിലായിരിക്കണം. മാത്രമല്ല, റമളാനിന്റെ ഒരു ഭൂരിഭാഗ സമയം കഴിയുന്നതോടുകൂടി ആകാശഭൂമികളൊക്കെ കരയുമെന്നാണ്. ആകാശവും ഭൂമിയും ഒക്കെ കരയും. അപ്പൊ ചോദിക്കും, എന്തിനാണ് ആകാശവും ഭൂമിയും ഒക്കെ കരയുന്നത്? മനുഷ്യനല്ലാത്ത വസ്തുക്കളൊക്കെ കരയും. അപ്പൊ പറയും, ഉമ്മത്ത് മുഹമ്മദിന് വന്ന മുസീബത്ത് കാരണം കരയുകയാണ്. ഉമ്മത്ത് മുഹമ്മദിന് വന്ന മുസീബത്ത് കാരണം ആകാശഭൂമികളൊക്കെയും കരയും. അപ്പൊ ചോദിക്കപ്പെടും, എന്താണ് ഉമ്മത്ത് മുഹമ്മദിന് വന്നൊരു വലിയ മുസീബത്ത്? ദഹാബു റമളാൻ, റമളാൻ അവരിൽ നിന്ന് യാത്ര പറയുന്നു, റമളാൻ അവരിൽ നിന്ന് വിട്ടുപിരിയാൻ പോകുന്നു. അതിനേക്കാൾ വലിയൊരു മുസീബത്ത് വരാനില്ല എന്ന് പറഞ്ഞാൽ, ഇത്രയും ദിവസം നരകങ്ങൾ അടയ്ക്കപ്പെട്ട് പിശാചുകൾ ബന്ധിക്കപ്പെട്ട് സ്വർഗവാതിലുകൾ തുറക്കപ്പെട്ട് ചെയ്യുന്ന അമലിനൊക്കെ ഇരട്ടിയുടെ ഇരട്ടി 7 ഇരട്ടി 10 ഇരട്ടി കൂലി തരാമെന്ന് റബ്ബ് പ്രഖ്യാപിച്ച ഒരു നല്ല അവസരം അവരിൽ നിന്ന് നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ മുസീബത്ത് എന്താണ്? ആകാശഭൂമികൾ കരയുമെന്നാണ്. അപ്പൊ നമ്മൾ എത്ര കരയണം? റമളാൻ നമുക്കുള്ളതാണ്. നമ്മുടെ റമളാൻ പോകുന്നത് കണ്ടിട്ട് ആര് കരയും? ആകാശവും ഭൂമിയൊക്കെ സങ്കടപ്പെടും. അപ്പൊ റമളാന്റെ അവസാന സമയം വരെ അള്ളാഹു ആഘോഷിക്കാൻ പറഞ്ഞ സമയം ശവ്വാൽ അമ്പിളി തെളിയുമ്പോഴാണ്. പെരുന്നാളാകുമ്പോൾ നമ്മുടെ മനസ്സ് പെരുന്നാളിന്റെ സന്തോഷത്തിലേക്ക് പോകണം. അതുവരെ റമളാൻ നമ്മെ വിട്ടുപിരിയുന്നല്ലോ എന്നൊരു ചിന്ത നമ്മുടെ കൽബിലുണ്ടാകണം. അള്ളാഹു അങ്ങനെയൊക്കെ ആക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് തറാവീഹുകൾ ഇനിയുണ്ട്. ഇനിയും ഒറ്റയായ രാവ് 29 രാവ് വരാനുണ്ട്. അപ്പോൾ റമളാൻ കഴിഞ്ഞെന്നാരും വിചാരിക്കേണ്ട. അപ്പോൾ അതിൻ്റെ പേരിൽ പെരുന്നാളിന് നല്ല ഡ്രസ്സ് വേണ്ടേ? വേണം. നല്ല വസ്ത്രം വാങ്ങണം. പുതുവസ്ത്രം ധരിക്കുക എന്നുള്ള സുന്നത്താണ്. അതിൻ്റെ അർത്ഥം ഈ കണ്ട ടെക്സ്റ്റൈൽസുകളിലൊക്കെ കയറി കിടന്ന് ഇടിക്കുക എന്നുള്ളതല്ല. ചില ആളുകൾ പോയാൽ ഇന്ന് പോവും, നാളെ അത് മാറ്റിയെടുക്കാൻ പോവും, മറ്റേനാൾ അതിൻ്റെ ബട്ടൺ ശരിയാക്കാൻ പോവും. ഒരു റമളാൻ മൊത്തം ചിലപ്പോൾ ഈ ഡ്രസ്സിൻ്റെ മേലിൽ കളഞ്ഞു കളയും. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെയാണ് അങ്ങനെ. അവരിങ്ങനെ പോയിട്ട് എല്ലാം എടുത്തിട്ട് അവസാനം ഒരു ടെക്സ്റ്റൈൽസിൻ്റെ സെയിൽസ്മാൻ പറഞ്ഞു വന്നത്ര, ഇത്താ ഇനി ഞാൻ ഇട്ടേക്കുന്ന മാത്രമേ ഉള്ളൂ നിങ്ങളെ കാണിക്കാൻ.
ബാക്കിയൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഈ ഇട്ടിരിക്കുന്ന ഉടുപ്പും മുണ്ടേ ഉള്ളൂ, അതുകൂടെ വേണമെങ്കിൽ ഞാൻ ഊരിത്തരാം. ബാക്കി ഈ കടയിലുള്ളത് മുഴുവൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, ഒരു പുതുവസ്ത്രം വേണം എന്നുള്ളത് ശരിയാണ്. അതിൻ്റെ പേരിൽ അത് മാത്രമായി പോകരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. തൊട്ടടുത്ത ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലവനും ദീർഘായുസ് തന്നിരുന്നുവെങ്കിൽ, വല്ല ആളുകൾക്കും അല്ലാഹു ദീർഘായുസ് നൽകിയിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രകൃതിയെ തന്നെ തിരിച്ചു കൊണ്ടുവരുന്നത് അവർക്ക് കാണാമായിരുന്നു. അതായത് ഒരാൾക്ക് ദീർഘായുസ് കിട്ടിയാൽ അവന്റെ പ്രകൃതി തിരിഞ്ഞു വരുന്നത് അവന് കാണാമായിരുന്നു. എന്നിട്ടും എന്തേ അവർ ചിന്തിക്കുന്നില്ല? അഫലാ യഅഖിലൂൻ. അവിടെ പറഞ്ഞത് മനുഷ്യൻ ദീർഘകാലം ജീവിക്കുന്നതോടുകൂടി മനുഷ്യന്റെ ആകൃതിയിലും രൂപത്തിലും ഭാവത്തിലും എല്ലാം മാറ്റങ്ങളെല്ലാം വരുന്നു, സ്ഥിതിഗതികൾ മാറി മാറി വരുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നു, പ്രകൃതിയിൽ മാറ്റങ്ങൾ വരുന്നു, മനസ്സിന്റെ വിചാരവും വികാരവും അറിവുകളും എല്ലാം തന്നെ മാറുന്നു, മാറി മാറി വരുന്നു. പ്രായമേറുന്നതോടുകൂടി ഇതെല്ലാം ദുർബലമാകുന്നു. മനുഷ്യൻ ജനിച്ച് പിന്നങ്ങോട്ട് ശക്തനായി വളർന്ന് 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 പോവുകയല്ല. ഒരു പരിധി കഴിയുമ്പോൾ വീണ്ടും അവന്റെ ബുദ്ധിയും അവന്റെ ആലോചനയും അവന്റെ സാമർഥ്യവും എല്ലാം കുറഞ്ഞു കുറഞ്ഞ് ദുർബലപ്പെട്ടു വരുന്നു. 50 വയസ്സ് കഴിഞ്ഞു, 60 വയസ്സ് കഴിഞ്ഞു, 70 വയസ്സ് കഴിഞ്ഞു. അപ്പോഴേക്ക് എന്തായി? മനുഷ്യൻ ജനിച്ച് കുഞ്ഞായിരുന്നല്ലോ, ആ ഒരവസ്ഥയിലേക്ക് അവന്റെ പ്രകൃതി തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞാൽ എന്താണ്? ജനിച്ചപ്പോൾ ഉള്ള ഒരു പ്രകൃതിയിലേക്ക് ആര് തിരിച്ചു വരുന്നു? വീണ്ടും മനുഷ്യൻ. അല്ലാതെ വളർന്ന് 60 വയസ്സായപ്പോൾ പിന്നെയും കരുത്തനായി, 70 വയസ്സായപ്പോൾ പിന്നെയും ആരോഗ്യവാനായി, 80 വയസ്സായപ്പോൾ പിന്നെയും ആരോഗ്യവാനായി, അങ്ങനെ കയറി കയറി പോവല്ല. ഈ ഒരു കറക്കമാണ്. ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഒരു 40 വയസ്സ് 45 വയസ്സ് കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യാണ്? താഴോട്ട് വീണ്ടും ഇറങ്ങുകയാണ്. ഓരോന്നും ദുർബലമാവുകയാണ്, ശക്തി ക്ഷയിക്കുകയാണ്. എല്ലുകൾ ദുർബലമായി, കാല് മടങ്ങുന്നില്ല, മുട്ട് വളയുന്നില്ല, നിസ്കരിക്കാൻ പറ്റുന്നില്ല, പല രോഗങ്ങൾ വന്നു, എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല, ദുർബലമാകുന്ന സാഹചര്യം വന്നു. ആ ഒരു കറക്കമുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് മനുഷ്യൻ ചിന്തിക്കാത്തത്? അതിന്റെ അർത്ഥം മനുഷ്യന്റെ ശരീരത്തിന് മനുഷ്യൻ ഒരു കൺട്രോളും ഇല്ല. അങ്ങനെ ആയിരുന്നു. കൺട്രോൾ ഉണ്ടാകണമായിരുന്നെങ്കിൽ എന്ത് വേണം? 35 വയസ്സിലെ ആരോഗ്യവും 35 വയസ്സിലെ ആർജവവും 35 വയസ്സിലെ ഊർജവും എല്ലാം എവിടെ വരെ ഉണ്ടാവണം? 70 വയസ്സിലെ 75 വയസ്സിലെല്ലാം ഉണ്ടാവണം. പക്ഷെ എന്താ സംഭവിക്കുന്നത്? അവന്റെ പ്രകൃതി തിരിഞ്ഞു വരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവന്റെ ശരീരം തന്നെ അവനൊരു വലിയ ദൃഷ്ടാന്താണ്. എന്ത് ചെയ്യുന്നു? ജനിച്ച് വളർന്ന് 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 നല്ല പക്വതയും പാകതയൊക്കെ ആയി, പിന്നെ കുറച്ചും കൂടെ മേപ്പോട്ട് എന്നാൽ പിന്നെ സംഭവിക്കുന്നത് താഴോട്ടുള്ള ഇറക്കമാണ്. എല്ലാ മേഖലയിലും അവന്റെ ശരീരം, മനസ്സ്, വിചാരം, ആലോചനകൾ, ചിന്തകൾ, ഇടപാടുകൾ, കേൾവി, കാഴ്ച, ശക്തി, ഇവയെല്ലാം ക്ഷയിച്ചു വരും. നമുക്കൊക്കെ മനസ്സിലാവുന്ന ഉദാഹരണമാണ്. 40 വയസ്സ് കഴിയുമ്പോൾ ചിലപ്പോൾ ഷുഗർ പിടിച്ച്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഷുഗർ അവിടെ ബാധിച്ച് ഇവിടെ ബാധിച്ച് കണ്ണുപോയി, കാതുപോയി, ശരീരത്തിന്റെ അവയവങ്ങളുടെ ശക്തി ചോർത്തുപോയി. ഈ കൂട്ടത്തിൽ എത്ര വയസ്സായ ആളുകളുണ്ട്? നിങ്ങളുടെ 20 വയസ്സിൽ ആ ഒരു കരുത്ത് ഇപ്പോഴും ഉണ്ടോ? ആലോചിച്ച് നോക്കൂ, ഉണ്ടോ? 25 വയസ്സിലുണ്ടായിരുന്ന ആ ഒരു ഊർജം, എത്ര വേണമെങ്കിലും നടക്കാനും ഓടാനും ചാടാനും എന്തും ചെയ്യാനുള്ള ഒരു ഊർജം, പഴയ പുലികളാണ് ഇപ്പോൾ പലർത്തും ഒതുങ്ങി ഇങ്ങനെ ഇരിക്കുന്നത്. എന്താ കാര്യം? എന്തുപറ്റി? ശരീരത്തിന്റെ ശക്തി ക്ഷയിച്ചു. ഖുർആൻ പറയാണത് മനസ്സിലാക്കാനാണ്. നമ്മുടെ ശരീരം നമ്മളാണെങ്കിൽ അത് ക്ഷയിപ്പിക്കൂല. നമ്മളാണെങ്കിൽ നമ്മളിത് കൂടി വരാനേ ആഗ്രഹിക്കും. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടെ കരുത്തനാകണം, ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി നല്ല രീതിയിലാകണമെന്നേ നമ്മൾ ആലോചിക്കൂ. പക്ഷേ ഒരു സൃഷ്ടിപ്പിന്റെ ഒരു പ്രകൃതി എങ്ങനെയാണ്? ഒരിടത്തുനിന്ന് തുടങ്ങി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവസാനം ഒരു കട്ടിലിൽ ദുർബലനായി ഒരു 100 വയസ്സൊക്കെ ആവുന്നതോടുകൂടി എന്തായി? കിടപ്പിലായി. ഒരു 100 വയസ്സൊക്കെ ആകുന്നതോടുകൂടി കിടപ്പിലായി, പ്രയാസത്തിലായി, വിഷമത്തിലായി. പിന്നെ പണ്ട് കുഞ്ഞുങ്ങളെ നോക്കിയതുപോലെ ആളുകൾ നോക്കേണ്ട ഒരവസ്ഥ വന്നു. അള്ളാഹു അതിനെ തൊട്ടും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിനെ തൊട്ട് അള്ളാഹു അങ്ങനെ കിടന്നുപോയി വർഷങ്ങളായി കിടന്നിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാന്മാരായ മുൻഗാമികൾ പറയുന്ന ഒരൊറ്റ കാര്യം. അപ്പോൾ അള്ളാഹു തആല ദീർഘായുസ് നൽകിയെങ്കിൽ
അവന്റെ പ്രകൃതി ഇങ്ങനെ തിരിച്ചു വരുന്നത് അവന് കാണാം, അവൻ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. അപ്പൊ മനുഷ്യന്റെ ഈ പറഞ്ഞതുപോലെ മനുഷ്യന്റെ പ്രായം വർദ്ധിക്കുന്നതിനനുസരിച്ച് മനുഷ്യന്റെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ മനുഷ്യന് ചിന്തിക്കാനുള്ളതാണ്. എൻ്റെ ബോഡി പോലും എൻ്റെ കൺട്രോളിലല്ല എന്നുള്ള ആലോചന എപ്പോഴും നമുക്കുണ്ടാകേണ്ടതാണ്. മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞൊരു കാര്യം, മനുഷ്യൻ ഒരുപാട് കാലം അല്ലാഹു തആല ഒരാൾക്ക് ഖൈറിലായി ദീർഘായുസ് തന്നാൽ അത് വലിയ കാര്യമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മ ചെയ്യാൻ വേണ്ടി ഒരുപാട് കാലം അല്ലാഹു തആല തന്നു, ഒത്തിരി വർഷം ജീവിച്ചു, പക്ഷെ ഒരുപാട് നന്മ ചെയ്തു. അതൊരു വലിയ കാര്യമാണ്. ശരീരത്തിന് ബലക്ഷയം, കിടപ്പിലായി പോവുക, ക്ഷീണങ്ങൾ, ഇതൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗമായി മുൻഗാമികൾ പലരും അവരുടെ കിതാബുകളിൽ പറഞ്ഞത് ഖുർആന്റെ പാരായണം വർദ്ധിപ്പിക്കുക. ശരീരം കേൾക്കുന്ന തരത്തിൽ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക. ഖുർആൻ പാരായണം വർദ്ധിക്കുന്നതോടൊരു മനുഷ്യൻ എന്ത് ചെയ്യും? ആരോഗ്യവാനാകും. ഒരു മനുഷ്യന്റെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകും എന്ന് മാത്രമല്ല, ഈ വാർദ്ധക്യകാലത്തെ അവശതകളെ തൊട്ടെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള കാവലും ഉണ്ടാവും. കിടന്നു പോവുക, പ്രയാസപ്പെടുക, രോഗിയായി വീണു പോവുക, ബാക്കിയുള്ള ആളുകൾ താങ്ങേണ്ടി വരിക, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ളൊരു വഴിയാണ് ഖുർആനിന്റെ പാരായണം വർദ്ധിപ്പിക്കുക. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം ഖുർആൻ പാരായണം, നമ്മുടെ ശരീരം കേൾക്കെ ഖുർആനിന്റെ പാരായണം നമ്മൾ വർദ്ധിപ്പിച്ചാൽ നമ്മുടെ ശരീരത്തിന് അല്ലാഹു ഖുവ്വത്ത് നൽകും. അതിൻ്റെ ഒരു കാവലും അതിൻ്റെ ഒരു അല്ലാഹു തആല നൽകുന്ന പ്രത്യേകതയൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക? പ്രായമായ ആളുകളൊക്കെ ഖുർആൻ പാരായണം ചെയ്യുന്നതോടുകൂടി ഒരു ആഫിയത്തും. നമ്മൾ ആലോചിച്ചാൽ മതി, ഹൈറായ കാര്യങ്ങൾ ചെയ്ത അന്നത്തെ ദിവസത്തിന് തന്നെ ഒരു സന്തോഷമാണ്. ഹൈറായ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ എന്ത് ചെയ്യും? നമുക്കൊരു മൂകതയാണ്. ഈ മൂകതയൊക്കെ വരാതിരിക്കാനുള്ള വഴിയാണ് ഖുർആനിന്റെ പാരായണം. അപ്പോൾ പ്രായമായ ആളുകൾ മാത്രമല്ല, എപ്പോഴും ഖുർആൻ പാരായണം ചെയ്താൽ ഒരു ദിവസം പോലും ഓതാത്തൊരു ദിവസം ഉണ്ടാകരുത്. ഓതിയാൽ ശരീരത്തിന്റെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങൾക്കൊക്കെ അതുള്ള പരിഹാരമാണ്. വമാ അല്ലംനാഹു അശ്ശിഅറ വമാ യംബഗീ ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല വമാ അല്ലംനാഹു അശ്ശിഅറ, അല്ലാഹു തആല തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കവിത പഠിപ്പിച്ചിട്ടില്ല. വമാ യംബഗീ ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ. അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുയോജ്യവും അല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനോ ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ, ഇത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാം, അതൊരു സ്പഷ്ടമായ ഖുർആനും ഉദ്ബോധനവുമാണ്. ഇതൊരു കവിതയല്ല. ഒരു പാട്ട് കേൾക്കുന്ന രാഗവത്തോടെ കേൾക്കേണ്ടതല്ല. അല്ലാഹുവിന്റെ റസൂല് പാട്ട് പാടിത്തരാൻ വന്നതല്ല എന്ന് പറഞ്ഞാൽ, അറബികളിൽ അന്ന് കവികളുണ്ട്. അവരുടെ കവിതകൾ പലതും ഇങ്ങനെ ചൊല്ലാറുണ്ട്. ആ കവിതകൾ കേട്ട ആളുകൾക്ക് ആവേശം കൂടാറുണ്ട്, യുദ്ധത്തിനിറങ്ങാറുണ്ട്. ഇതങ്ങനെ ഒരു കവിതയായി കരുതണ്ട, ഒരു പാട്ടായി കരുതണ്ട. ഇതൊരു പാട്ടുമല്ല, ഇതൊരു കവിതയും അല്ല. അത് പാടിത്തരാൻ അല്ലാഹുവിന്റെ റസൂലിനെ നിയോഗിച്ചിട്ടുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകർക്ക് കവിതയോ പാട്ടോ പഠിപ്പിച്ചിട്ടില്ല. വമാ അല്ലംനാഹു അശ്ശിഅറ വമാ യംബഗീ ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ. സ്പഷ്ടമായ ഉദ്ബോധനമാണിത്, വ്യക്തമായ ഖുർആനാണിത്, അല്ലാഹുവിന്റെ കലാമാണിത്. നിങ്ങൾക്ക് ഉദ്ബോധനം നൽകാൻ വന്ന വേദമാണ്. പാട്ട് കേൾക്കുമ്പോൾ അതിലുള്ള എല്ലാ ആശയങ്ങളും ചിലപ്പോൾ നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളണമെന്നോ നമ്മൾ മനസ്സിലാക്കണമെന്നോ ഒന്നുമില്ല. ഒരു സന്തോഷത്തിനൊക്കെ പാട്ട് കേൾക്കാം. അങ്ങനെ കേട്ട് ലാഘവത്തോടെ കളയേണ്ട ഒരു സാധനമല്ല. അങ്ങനെ ഒരു നിസ്സാരമായി പാട്ടുപാടിത്തരാൻ, നിങ്ങളുടെ കവികൾ പാടി നടക്കുന്നത് പോലെ പലതരത്തിലുള്ള പാട്ടുപാടിത്തരാൻ വന്ന ആളുമല്ല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകൃതി അങ്ങനെയല്ല. ഇതൊരു കവിതയല്ല, ഇതൊരു കവിതയല്ല. ഇത് നിങ്ങളെ ഉദ്ബോധിപ്പിക്കാനുള്ള വ്യക്തമായ ഉദ്ബോധന മാർഗമാണ്. ഇത് നിങ്ങൾക്ക് മുന്നറിയിപ്പാണ്, താക്കീതാണ്, നിങ്ങൾക്ക് സന്തോഷമാണ്, നിങ്ങൾക്ക് ഷാഫിആണ്. അല്ലാതെ ഇതൊരു കവിത കാണുന്നത് പോലെ ലാഘവത്തോടു കൂടി കാണണ്ട. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ
ഒരു കവിത, ഒരു പാട്ട് പാടാൻ ഇങ്ങനെ ശ്രമിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് അത് കഴിയുന്നില്ല. ഉടനെ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, അങ്ങ് അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, സിദ്ദീഖെ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഉടനെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഈ ആയത്ത് ഓതി, വമാ അല്ലംനാഹു ശിഅറ വമാ യൻബഗീ ലഹു, അള്ളാഹുവിന്റെ റസൂലിനെ കവിയായിട്ടല്ല അള്ളാഹു തആല നിയോഗിച്ചത്, കവിത പഠിപ്പിച്ചിട്ടില്ല, അത് അള്ളാഹുവിന്റെ റസൂലിന് അനുയോജ്യവുമല്ല എന്ന് ആയത്ത് ഓതിയിട്ട് പറഞ്ഞു, ആ ആയത്ത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായി അങ്ങ് അള്ളാഹുവിന്റെ റസൂലാണെന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല, കവികൾ പലപ്പോഴും പലതരത്തിലുള്ള അലങ്കാര പ്രയോഗങ്ങളൊക്കെ നടത്താറുണ്ട്. ഒരു കവിത എഴുതുമ്പോൾ പലതരത്തിലുള്ള ചമൽക്കാരങ്ങൾ, അതിനോട് ചേർത്ത് വെക്കുന്ന വർത്താനങ്ങളൊക്കെ കവികൾ എന്ത് ചെയ്യും, പറയും. ഒരു പെണ്ണിനെ വർണ്ണിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള വർത്തമാനങ്ങൾ ആ കൂട്ടത്തിൽ കൂട്ടും. അവളെ കണ്ണ് കണ്ടാലും മാൻ്റെ പോലെ ഉണ്ടെന്നും, മുടി കണ്ടാലും മറ്റേത് പനങ്കുല പോലെ ഉണ്ടെന്നും ഒക്കെ എന്ത് ചെയ്യും, സൗന്ദര്യം കണ്ടാൽ. അത് കവികൾ എഴുതുന്നതാണ്. പലരും എഴുതുന്ന പലതരത്തിലുള്ള കവിതകളുണ്ടല്ലോ, നമ്മൾ വായിക്കുന്ന പലതരം കവിതകൾ. അതിൽ പലതരത്തിലുള്ള ഉപമകൾ ഉണ്ടാവും, അലങ്കാരങ്ങൾ ഉണ്ടാവും, നമ്മൾ വായിച്ചാൽ വർണ്ണനകൾ ഉണ്ടാവും. അപ്പോൾ ഒരാളെ സ്നേഹിക്കുന്ന ഒരാളുടെ ഹൃദയം, എൻ്റെ ഹൃദയം തകർന്നു പോവാണ്, അതൊക്കെ ഉപമകളാണ്. എന്തുകൊണ്ടാണ് കവിതയല്ലെന്ന് പറഞ്ഞത്? ഇതിലുള്ള ഏതെങ്കിലും ഒരു വാക്ക് അലങ്കാരത്തിന് വേണ്ടി അള്ളാഹു ചേർത്തതല്ല. അതായത് ഈ നരകവും സ്വർഗവും അതിലെ അത്ഭുതങ്ങളും അദാബും ഒക്കെ പറഞ്ഞത് കുറച്ചൊന്ന് ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കയറ്റി വെച്ചതൊന്നുമല്ല. അതാണ് പറഞ്ഞ വർത്താനത്തിന്റെ മറുഭാഗം. ഒന്നുകൂടൊന്ന് ശക്തമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കിട്ടാവുന്ന പദങ്ങളൊക്കെ പറക്കിയിട്ട് ഒന്ന് ബലപ്പെടുത്തിയതല്ല. ഒരെഴുത്തുകാരൻ, ഒരു കവിത എഴുതുന്നയാൾ, ഒരു പാട്ടെഴുതുന്നയാൾ പലതരത്തിലുള്ള അലങ്കാര പ്രയോഗങ്ങൾ ആ പാട്ടിൽ നടത്തും. പലതരത്തിലുള്ള വസ്തുക്കൾ, പല ശൈലികൾ അതിലേക്ക് കൊണ്ടുവരും. അത് ഏതിനെ വർണ്ണിച്ചെഴുതിയാലും, എന്ത് കാര്യത്തെക്കുറിച്ച് എഴുതിയാലും അതിൽ കുറെ അലങ്കാരങ്ങൾ ഉണ്ടാവണം. ഈ അലങ്കാരങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം വ്യക്തമായ ബോധനമാണ്. ഇൻഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ. അപ്പൊ അങ്ങനെ നിങ്ങൾ ആരും വിചാരിക്കേണ്ട ആയത്തൊപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല നരകത്തിൽ ഒരു അദാബ് കൂടി കൂട്ടിവെച്ചതാണെന്ന് വേണ്ട. അല്ലെങ്കിൽ ഒരു സൗന്ദര്യമൊക്കെ കിട്ടാൻ, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സൗന്ദര്യം കിട്ടാനാണ് അവിടെ റുമ്മാനും അവിടെ മാതളവും അവിടെ മുന്തിരിത്തോട്ടങ്ങളും അവിടെ അൻഹാറുകളും ഒക്കെ ഉണ്ടെന്ന് അങ്ങനൊന്നും പറഞ്ഞതല്ല. ഒരു ആലങ്കാരികമായ ശൈലിയുമല്ല, ഇത് വ്യക്തമായ ബോധനമാണ്. അപ്പോൾ കവിതയല്ല എന്ന് പറഞ്ഞു, കവികൾക്കുണ്ടാകുന്ന ഇത്തരം ആലങ്കാരിക പ്രയോഗങ്ങളല്ല എന്നും പറഞ്ഞു. ഖുർആൻ വ്യക്തമായ ഉദ്ബോധനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാനാണ്. അപ്പോൾ ഈ അലങ്കാരങ്ങളോ ചമൽക്കാരങ്ങളോ ഇതുപോലെയുള്ള കവികൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ, ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടി എഴുതിയ എഴുത്തുകൾ, അതൊന്നും എവിടെയില്ല, അതൊന്നും ഖുർആനിലില്ല. ഖുർആൻ വ്യക്തമായ ബോധനമാണ്. എന്നാൽ ഖുർആന്റെ സാഹിത്യ ഭംഗിക്ക് ഒരു കുറവും ഇല്ല. അപ്പൊ ഖുർആൻ വ്യക്തമായ ബോധനമാണെന്ന് പരിശുദ്ധരായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ വമാ അല്ലംനാഹു ശിഅറ. അറബികളിൽ ചില ആളുകൾ, ഖുറൈശികളിൽ ചില ആളുകൾ, മുശ്രിക്കുകളിൽ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാറ്, നിങ്ങൾ ആ കവിത ഒന്ന് ചൊല്ലൂന്ന്, നിങ്ങൾക്കറിയുന്ന ആ കവിത ഒന്ന് ചൊല്ലൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചില നേരങ്ങളിലൊക്കെ മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോഴൊക്കെയും പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ കവിയല്ല, അള്ളാഹുവിൽ നിന്നിറങ്ങുന്ന ഈ വചനങ്ങൾ കവിതയും അല്ല. കഥയും കവിതയൊക്കെ ആയിരുന്നെങ്കിൽ അതൊരു കാലം കഴിയുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി പോകണമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇത് വ്യക്തമായ ബോധനമാണ്, അള്ളാഹുവിൽ നിന്നുള്ള ബോധനം. ഇതാർക്കാണ് ഉപകാരപ്പെടുക? ലിയുൻദിറ മൻ കാന ഹയ്യാ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ഈ വചനങ്ങൾ ജീവനുള്ള ആളുകൾക്ക്, ഹൃദയം മരിച്ചു പോകാത്ത ആളുകൾക്ക്, ആലോചന, ചിന്ത, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൽബ് തുറന്നു വച്ചിരിക്കുന്ന ആളുകൾക്ക്, ലിയുൻദിറ മൻ കാന ഹയ്യാ, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് താക്കീത് നൽകുന്നതിന് വേണ്ടിയാണ് ഈ വചനങ്ങൾ വന്നിട്ടുള്ളത്. അവർക്കേ അത് ഉപകാരപ്പെടൂ. കൽബ് തുറന്ന് കേൾക്കുന്നവനെ ഉപകാരപ്പെടൂ. കൽബ് ചത്തവനോട് ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ കേൾക്കുമ്പോൾ ആർക്കാ ഈമാനുണ്ടാകുന്നത്? കൽബ്. അതാണ് ഹയ്യൻ, ലിയുൻദിറ മൻ കാന ഹയ്യാ. ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള താക്കീതാണിത്. ഏതാണ് ജീവിതം? അവന്റെ കൽബ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവന്റെ ചിന്താശേഷി മരവിച്ചു പോയിട്ടില്ല. ആലോചിക്കാൻ ഇപ്പോഴും അവൻ തയ്യാറാണ്, ചിന്തിക്കാൻ അവൻ തയ്യാറാണ്. അങ്ങനെയുള്ളവർക്ക് ഖുർആൻ താക്കീതുകാരനാണ്. ലിയുൻദിറ മൻ കാന ഹയ്യാ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. നമ്മുടെ കൽബ് മരിച്ചു പോകാതെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു വെക്കണം.
ഹൃദയം എങ്ങനെ മരിച്ചു പോകും? പാപങ്ങൾ അധികരിച്ചാൽ ഖൽബ് മരിച്ചു പോകും. വമൻ മാത ഖൽബുഹു ദഖല ഫിന്നാർ. ഖൽബ് ചത്തുപോയാൽ അവൻ നരകത്തിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൽബ് എങ്ങനെ ചത്തുപോവാ? ഖൈറായ കാര്യങ്ങളൊന്നും ചെയ്യാൻ തോന്നാതിരിക്കുക, നന്മകളിലേക്കൊന്നും വരാൻ തോന്നാതിരിക്കുക, നല്ലത് ചെയ്യാൻ തോന്നാതിരിക്കുക, തെറ്റ് ചെയ്യാൻ ഒരു പേടിയും തോന്നാതിരിക്കുക, തെറ്റ് ചെയ്യാൻ ഒരു ഭയവും തോന്നുന്നില്ല. അങ്ങനൊരവസ്ഥ ഖൽബിലെത്തിയാൽ ഉപദേശം കേൾക്കാനും മനസ്സില്ല, നല്ലത് ചെയ്യാനും തോന്നുന്നില്ല, എന്നാൽ തെറ്റ് ചെയ്യാനാണെങ്കിൽ ഒരു ഭയവും ഉണ്ടാകുന്നില്ല. അങ്ങനൊരവസ്ഥയിലെത്തിയാൽ ഖൽബ് മരിച്ചുപോയി എന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഖൽബ് മരിച്ചു പോകരുത്, ഖൽബ് എപ്പോഴും ജീവിച്ചിരിക്കണം, ചിന്തകൾ എപ്പോഴും ഉണ്ടാവണം. ലിയുൻദിറ മൻ കാന ഹയ്യ. ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള താക്കീതാണിത്. മാത്രമല്ല വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. നിഷേധികളായ ആളുകളുടെ കാര്യത്തിൽ ശിക്ഷയുടെ വചനങ്ങൾ, ആ വചനങ്ങൾ സത്യമായി പുലരാൻ വേണ്ടി അവതരിച്ചതാണ്. കാഫിരീങ്ങളായ സത്യത്തെ നിഷേധിച്ചു കളഞ്ഞ ആളുകളില്ലേ, അവർക്ക് ശിക്ഷയുണ്ടെന്ന് പറയാൻ, ആ ശിക്ഷ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പു നൽകാൻ, അറിയിപ്പ് നൽകാൻ, അവരുടെ മേൽ സത്യമായി ശിക്ഷയുടെ വചനങ്ങൾ പുലരാൻ വേണ്ടി അവതരിച്ച വചനങ്ങളാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം. അപ്പൊ എന്തല്ല, വെറും കവിതയല്ല, കവിതകളല്ല, ഉപമകളല്ല, അലങ്കാരങ്ങളല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ചിരിക്കുന്ന ഹൃദയങ്ങൾക്കുള്ള ബോധനമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം. വീണ്ടും ചിന്തിപ്പിക്കുകയാണ്. അവലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ ഫഹും ലഹാ മാലികൂൻ. നമുക്ക് ചിന്തിക്കാനാണ്. അവലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ ഫഹും ലഹാ മാലികൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു നൽകിയ, അള്ളാഹുവിന്റെ കൈകൾ നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടിച്ചു നൽകിയ കാലുകൾ, കന്നുകാലികളെ അള്ളാഹു തആല അവർക്ക് വേണ്ടിയാണ് നൽകിയിട്ടുള്ളത്. അവർക്ക് വേണ്ടി സൃഷ്ടിച്ചു നൽകിയ അത്തരം വസ്തുക്കളെ അവർ കാണുന്നില്ലേ? അങ്ങനെ അവയുടെ ഉടമസ്ഥരായി മാറി. ഫഹും ലഹാ മാലികൂൻ. അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികൾ തന്നെയാണ് ഈ ദുനിയാവിലെ കന്നുകാലികളും നമ്മൾ ഈ കാണുന്ന മറ്റു മൃഗങ്ങളൊക്കെയും. അള്ളാഹു അവലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ ഫഹും ലഹാ മാലികൂൻ. അവർക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു നൽകിയതാണ്. നമ്മളെപ്പോലെ സൃഷ്ടിക്കപ്പെട്ടതാണ് ബാക്കിയുള്ള ജീവജാലങ്ങളും, അല്ലേ? ഉമ്മ പ്രസവിച്ചതാണ്. പശുവിന്റെ കുട്ടി ആര് പ്രസവിച്ചതാ? അതിന്റെ ഉമ്മ പ്രസവിച്ചതാണ്. ലോകത്തുള്ള ഏത് ജീവിയെ നോക്കൂ, എന്നിട്ടോ ഫഹും ലഹാ മാലികൂൻ. ആരാണ് അതിന്റെയൊക്കെ ഉടമസ്ഥര്? അതിന്റെയൊക്കെ ഉടമസ്ഥരാരാ? നിങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു നൽകിയ നിങ്ങളെപ്പോലെയുള്ളത്, നിങ്ങളെക്കാൾ കരുത്തുള്ള പല ജീവിയും. ആനയെ നിയന്ത്രിക്കുന്നതാരാ? ആനയുടെ പാപ്പാനാണ്. ആനയുടെ കാലിന്റെ അത്ര പോലും പാപ്പാനുണ്ടാവില്ല. ആനയുടെ പാപ്പാനാണ് ആനയോട് വലത്തോട്ട് തിരി, അടുത്തേക്ക് തിരി, മേലേക്ക് പോകൂ, താഴോട്ട് വരൂ എന്നൊക്കെ പറയുന്നത് ആരാ? ഫഹും ലഹാ മാലികൂൻ. ഈ ദുനിയാവിൽ എത്രയോ വലിയ വലിയ ജീവജാലങ്ങളുണ്ട്. ഇതിനെല്ലാം മനുഷ്യൻ എന്ത് ചെയ്യുന്നു? മനുഷ്യൻ ഉടമസ്ഥപ്പെടുത്തിയിരിക്കുന്നു. അല്ലാഹു തആലയാണ് അത് ഉടമസ്ഥപ്പെടുത്തി കൊടുത്തതെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ കാലികളെയൊക്കെ സൃഷ്ടിച്ചിട്ട് നിങ്ങൾക്ക് ഉടമസ്ഥപ്പെടുത്തി തന്നു. പശുവിനെ, മറ്റു മൃഗങ്ങളെ, കുതിരയെ, കഴുതയെ, ലോകത്തുള്ള ജീവജാലങ്ങളെ നോക്കൂ. മനുഷ്യൻ എല്ലാത്തിനെയും ഉടമസ്ഥപ്പെടുത്തി. കാട്ടിപ്പോയിട്ട് അവിടെ ഉള്ള സിംഹത്തിനെയും കടുവയെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് കൂട്ടിലിട്ടിട്ട് അതിനെ വിറ്റ് നമ്മൾ കാശാക്കും. അത് കാണാൻ വേണ്ടി ടിക്കറ്റ് എടുക്കണം. അത് കാണാൻ വേണ്ടി നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഫഹും ലഹാ മാലികൂൻ. ദിനോസർ ഉണ്ടായിരുന്നെങ്കിലോ? ഒരാളോട് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, ദിനോസർ ഉണ്ടായിരുന്നെങ്കിലോ ദുനിയാവിൽ? ഒന്നുമില്ല. ആനയെ കൊണ്ടു നടക്കുന്ന പോലെ ചങ്ങലയിട്ട് നമ്മൾ അതിനെ കൊണ്ടു നടന്നേനെ. ആനയെ കൊണ്ടു നടക്കുന്ന പോലെ ചങ്ങലയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്തേനെ? കൊണ്ടു നടന്നേനെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പശുവിന്റെ പാല് എന്തിനുള്ളതാണ്? പശുവിന്റെ കുട്ടിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് സംവിധാനിച്ചതാണ്. നമ്മൾ എന്താ ചെയ്യുക? പശു പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് കുറച്ച് പാൽ കൊടുത്തിട്ട് മാറ്റി കെട്ടിയിട്ട് എന്ത് ചെയ്യും? ആ പാല് പിഴിഞ്ഞ് നമ്മളും മക്കളും എല്ലാം കൂടെ കുടിക്കും. കോഴി അതിന്റെ മുട്ട ഇട്ടിട്ട് അതിന്റെ മേലെ അടയിരുന്ന അതിന്റെ അടുത്ത ഒരു ജനറേഷൻ ഉണ്ടാവേണ്ടതാണ്. ആ കോഴിമുട്ട എന്ത് ചെയ്യും? ഒരു ദിവസം ലോകത്ത് ഉപയോഗിക്കുന്ന മുട്ടകൾ എത്ര ഉണ്ടാവും? പാലുകൾ എത്ര ഉണ്ടാവും? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എത്ര ഉണ്ടാവും? ആലോചിച്ച് നോക്കൂ. അവലം യറൗ അന്നാ ഖലഖനാ ലഹും
അവലം യറൂ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ ഫഹും ലഹാ മാലികൂൻ. അല്ലാഹു തആല അതിന്റെ മേലൊക്കെ ഒരു ഉടമസ്ഥാവകാശം തന്നു. നിങ്ങളെക്കാൾ ശരീരം കൊണ്ട് വലുതാണ് ആനയെങ്കിലും ഉടമസ്ഥൻ നിങ്ങളാണ്. നിങ്ങളെക്കാൾ വലുതാണ് നിങ്ങളുടെ വീട്ടിൽ കെട്ടിയിരിക്കുന്ന പോത്ത്, കാള, എന്ത് ജീവിയാവട്ടെ, പക്ഷെ ഉടമസ്ഥനാരാ? നിങ്ങൾ പറയും പോലെയാണത്. നിങ്ങൾ മാറ്റിക്കെട്ടിയാൽ അത് മാറും. നിങ്ങൾ കെട്ടിയ സ്ഥലത്താണ് അത് ഉണ്ടാവുക. അങ്ങനെയാണ് നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയത്. തൊട്ടടുത്തൊരായത്ത് കൂടി ചേർത്ത് വെച്ചാൽ മനസ്സിലാവും. വദല്ലൽനാഹാ ലഹും ഫമിൻഹാ റകൂബുഹും വമിൻഹാ യഅകുലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി അതിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. അതുപോലെ അവയിൽ നിന്ന് അല്ലാഹു തആല വാഹന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതിൽ നിന്നവർക്ക് മാംസവും നൽകിയെന്ന് ഖുർആൻ ആയത്തിൽ പറഞ്ഞത്. ആദ്യത്തെ ആയത്തിൽ പറഞ്ഞത് ഫഹും ലഹാ മാലികൂൻ. ഈ ജീവജാലങ്ങളെയൊക്കെ അല്ലാഹു തന്നെ സൃഷ്ടിച്ച ജീവികളാണിതെല്ലാം. നിങ്ങളുടെ ചുറ്റുമുള്ള ജീവികൾ അല്ലാഹു സൃഷ്ടിച്ചതാണ്, അവന്റെ അധികാരത്തിലുള്ളതാണ്. അതിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. വദല്ലൽനാഹാ ലഹും ഫമിൻഹാ റകൂബുഹും. അതിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരുകയും ഫമിൻഹാ റകൂബുഹും, ചിലതിന്റെ മേലൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുകയും ചെയ്യാറുണ്ട്. ഒട്ടകത്തിന്റെ മേലെ, കുതിരയുടെ മേലെ, കഴുതയുടെ മേലെ, കാളയുടെ മേലെ യാത്രയ്ക്ക് ഉതകുന്ന തരത്തിൽ. വമിൻഹാ യഅകുലൂൻ, അതിന്റെ ചിലതിന്റെ മാംസങ്ങൾ നിങ്ങൾ ഭക്ഷിക്കാറുണ്ട്. വലഹും ഫീഹാ മനാഫിഉ വമശാരിബു അഫലാ യഷ്കുറൂൻ. എന്ന് മാത്രമല്ല, അവയ്ക്ക് പലതരത്തിലുള്ള പ്രയോജനങ്ങൾ അവയിൽ നിന്നുണ്ട്. അവയിൽ നിന്ന് വെള്ളമുണ്ട്. അഫലാ യഷ്കുറൂൻ. ഇതൊക്കെ ആയിരിക്കെയും അവൻ എന്തുകൊണ്ട് നന്ദി ചെയ്യുന്നില്ല? ഈ 3 ആയത്തുകൾ പറയുന്ന കാര്യം, ഈ ജീവജാലങ്ങളെയൊക്കെ അല്ലാഹു സൃഷ്ടിച്ചതാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തി തന്നു, അടിമപ്പെടുത്തി തന്നു, നിങ്ങളുടെ കീഴിലാണ്. നിങ്ങൾ അതിൽ യാത്ര ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി 3 ആയത്തുകൾ വെച്ചുകൊണ്ട് വലഹും ഫിഹാ മനാഫിഉ വമശാരിബു. ഇതൊന്നും അല്ലാത്ത വേറെയും പ്രയോജനങ്ങളുണ്ട് കേട്ടോ. ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കൂ. കേവലം നിസ്സാരമായ ഒരു പശുവിന്റെ പാലിൽ നിന്ന് എത്ര പ്രൊഡക്റ്റുകൾ ലോകത്തുണ്ട്? ആലോചിച്ചു. പശുവിന്റെ പാലിൽ നിന്ന് ലോകത്ത് എത്ര പ്രൊഡക്റ്റുകൾ ഉണ്ട്? പശുവിന്റെ പാലായി തന്നെ നമ്മൾ ഉപയോഗിക്കും. ആ പാലിൽ നിന്ന് ഏകദേശം 50ഓളം പ്രൊഡക്റ്റുകൾ പശുവിൻ പാല് മാത്രം ഉപയോഗിച്ച് ലോകത്ത് വിൽക്കുന്നുണ്ട്. അത് പാല് പിന്നെ ഉണക്കി പൊടിച്ച് പൊടിയാക്കി മാറ്റി, പിന്നെ അത് പലതരത്തിലുള്ള സാധന വസ്തുക്കളിൽ ചേർത്ത് പല രീതിയിൽ ഉപയോഗിക്കും. പശുവിൽ നിന്ന് മാത്രം ഉപയോഗിക്കുന്ന കട്ടിയാക്കിയിട്ട് വേറെ പല ഉപയോഗങ്ങൾക്കും. അതിൽ നിന്ന് തൈരുണ്ടാക്കിയെടുക്കും, അല്ലേ? പാല് ഉറവച്ചിട്ടല്ലേ തൈരുണ്ടാവുക. അതിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കും. അതിൽ നിന്ന് വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ ഉണ്ടാവും. ഒരു ജീവി മനാഫിഉ, നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ ഉദാഹരണം, അതിൽ നിന്ന് ഒരു ജീവിയിൽ നിന്ന് കിട്ടുന്ന ഈ പശു തന്നെ നമ്മൾ വീണ്ടും ആലോചിച്ച് നോക്കൂ. ഈ സാധനം മരിച്ചാൽ ഇതിന്റെ തോലുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? എത്ര ആള് ലോകത്തെ പശുവിനെ അറുക്കരുത് എന്ന് പറയുന്ന ആളുകൾ പോലും പലപ്പോഴും തോലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ബെൽറ്റുകൾ, മനുഷ്യൻ ഉപയോഗിക്കുന്ന ബെൽറ്റ്, ബാഗുകൾ, ചെരുപ്പിന്റെ വാറുകൾ, ഇതൊക്കെ എവിടുന്ന് വന്നു? ഖുർആൻ പറയുന്നത് വെറും പാല് തരുന്ന പശുവും മുട്ടയിടുന്ന കോഴിയും മാത്രമല്ല. വലഹും ഫീഹാ മനാഫിഉ വമശാരിബു അഫലാ യഷ്കുറൂൻ. ചിന്തിക്കൂ, നിങ്ങളുടെ മുന്നിലുള്ള ഒരു ജീവിയിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന ഉപകാരം എത്രയാണ്? അപ്പൊ പശുവിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ഉപകാരം എത്രയാണ്? അതിന്റെ വേസ്റ്റ് നമുക്കുള്ള വളമാണ്. അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഓരോന്നും ചിന്തിക്കാനാണ്, ആലോചിക്കാനാണ്. പാലുൽപ്പന്നങ്ങൾ ലഭിക്കുന്നു, അതിന്റെ മാംസം നിങ്ങൾ അതിൽ നിന്ന് കഴിക്കുന്നതല്ലേ പറഞ്ഞു. മിൻഹാ യഅകുലൂൻ എന്നല്ലേ പറഞ്ഞു. നിങ്ങൾ കഴിക്കുന്നു, അതിന്റെ പാല്, അതിന്റെ ഓരോ പ്രൊഡക്റ്റും നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ പ്രൊഡക്റ്റും ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു? അല്ലാഹു തആല രൂപപ്പെടുത്തി വെച്ചതാണ്. ഒരു ജീവിയിൽ നിന്ന് വരുന്ന സാധനം പലതരത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പരന്നു കിടക്കുന്ന ശരീരത്തിൽ രക്തമോടുന്നതിന്റെ ഇടയിലല്ലേ ആ രക്തം തന്നെ ശുദ്ധീകരിക്കപ്പെട്ട് മനുഷ്യന് കുടിക്കാൻ പറ്റുന്ന പാലായി കൺവെർട്ട് ചെയ്ത് അല്ലാഹു തആല നൽകുന്നത്. പാൽ എന്ന് പറയുന്ന ഉൽപ്പന്നം നമുക്ക് ഒരുപാട് ചിന്തിക്കാനുള്ളതാണ്. അപ്പോ മനുഷ്യന് ഉപകാരപ്രദമായിട്ടാണ് ഇതെല്ലാം. ഏതാണ് ഉപകാരമില്ലാത്തത്? ഉപകാരമില്ലാത്ത ഒരു സാധനമില്ല. ഓരോന്നിൽ നിന്നും നമ്മൾ പറയും പാമ്പിനെ കൊണ്ട് എന്താ ഉപകാരം എന്ന് ചോദിക്കും. ആന്റി വെനം ഉണ്ടാക്കുന്നത് പലപ്പോഴും പാമ്പിൽ നിന്നാണ്. വിഷത്തിന് മറുമരുന്നുകൾ ഉണ്ടാക്കുന്നത്, പലതരത്തിലുള്ള മെഡിസിൻസ് ഉണ്ടാക്കുന്നത്. ലോകത്ത് നമ്മൾ കാണുന്ന ഓരോ ജീവിയും അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ യാസീൻ, ചെടികളും സൂര്യനും ചന്ദ്രനും ജീവികളും എല്ലാം അതിനകത്തുണ്ട്.
ഓരോ ജീവിയും നമ്മളെ അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്നു. അതിന്റെ മാംസം നമുക്ക് തിന്നാൻ പറ്റുന്ന ഭാഗത്തിൽ അള്ളാഹു ആക്കി തന്നു. അള്ളാഹു അനുവദിക്കപ്പെട്ടതിന്റെ മാംസങ്ങൾ നമുക്ക് കഴിക്കാമല്ലോ. അള്ളാഹു തആല അതിന്റെ മാംസങ്ങളെ വമിൻഹാ യഅകുലൂൻ അതിൽ നിന്ന് കഴിക്കാൻ പറ്റുന്ന ഭാഗത്തിലാക്കി. വലഹും ഫീഹാ മനാഫിഉ വമശാരിബു. ഒട്ടകങ്ങൾ കൊണ്ട് നടന്ന ആളുകൾക്കറിയാം, വെള്ളം ഒട്ടകത്തിന്റെ പൂഞ്ഞിന്റെ ഭാഗത്ത് ലിറ്റർ കണക്കിന് വെള്ളം ഒട്ടകം എന്ത് ചെയ്യും? സൂക്ഷിക്കും. മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന മനുഷ്യർ എന്ത് ചെയ്യായിരുന്നു? അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഉദാഹരണമാണത്. വെള്ളം ലഭിക്കാൻ, വെള്ളത്തിന് വളരെയേറെ ദൗർലഭ്യം അനുഭവിക്കുന്ന സാഹചര്യം വരുമ്പോൾ ഒട്ടകത്തിനെ അറുക്കും. ഒട്ടകത്തിൽ നിന്ന്, അതിന്റെ പൂഞ്ഞിൽ നിന്ന് സൂക്ഷിച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് കുടിക്കുന്നവരുണ്ട്. അതായത് ഒട്ടകം വെള്ളം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, ലിറ്റർ കണക്കിന് വെള്ളം അതിന്റെ പൂഞ്ഞിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് വെള്ളം. ഇനി നോക്കൂ, നിസ്സാരമായൊരു ജീവിയാണ് തേനീച്ച. ഓരോ ജീവിയും പറഞ്ഞാൽ ഇങ്ങനെ പറയണം കേട്ടോ. ഈ പശുവിനെ പറഞ്ഞാൽ പശുവിന്റെ പാല്, പ്രൊഡക്റ്റുകൾ, അതിന്റെ മാംസം, അതിന്റെ തോല്, അതൊരു ഭാഗത്ത്. ഓരോ ജീവിയും ഇങ്ങനെ പറഞ്ഞാൽ, കോഴിയെ നോക്കൂ, ലോകത്തൊരു ദിവസം എത്ര കോഴിയാണ് മനുഷ്യൻ തിന്നുന്നത്? വലഹും ഫീഹാ മനാഫിഉ മശാരിബു അഫലാ യഷ്കുറൂൻ വമിൻഹാ യഅകുലൂൻ. ഇതൊക്കെ ആലോചിക്കാനാണ്. എത്ര കോഴിയെ തിന്നുണ്ടാവും? മരിച്ചാ പിന്നെ ഏറ്റവും കൂടുതൽ പേരുള്ള ജീവി ഏതാ? അത് കോഴിയാണ്. ചിക്കൻ 65 ആയി, ചിക്കൻ ഫ്രൈ ആയി, അൽഫാമായി, ചില പേരൊക്കെ കേട്ടാൽ അല്ലാഹു ചെല്ലാൻ തോന്നൂല്ലേ, ഷവായി ആയി, ഷവർമയായി, എത്ര തരത്തിലാണ്, ടിക്കയായി, ഏതെല്ലാം. പിന്നെ അതിന്റെ മാംസം അരച്ച് പിടിച്ച് നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കി, ഏതെല്ലാം മോഡൽ നമുക്ക് സമൂസയായി, എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ. പണ്ട് ഒരാൾ പറഞ്ഞു, ഈ കൂടുതൽ പാപം ചെയ്ത കോഴികളാണ് അൽഫാമാവുന്നത്. നട്ടെല്ലൊക്കെ അടിച്ചു പരത്തി, അടിച്ച് ചുട്ട്, അടിച്ച് പരത്തി എടുത്തിട്ട് കനലിന്റെ മേലെ ഇട്ട് ചുടുകയാണല്ലോ അൽഫാമാവ്. അപ്പൊ കനലിന്റെ മേലെ വെച്ച് ചുടുക. സയ്യിദത്തുന റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ബസറയിൽ അങ്ങാടിയിലെത്തിയപ്പോൾ കോഴികളെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരു ഹോട്ടൽ കണ്ടു. പലതരത്തിലുള്ള വിഭവങ്ങൾ കണ്ടു. അവിടെ നിന്ന് കരഞ്ഞു. അപ്പോൾ ഹോട്ടലിന്റെ മുതലാളി ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്ത് വേണം? ഏതെങ്കിലും ഭക്ഷണം വേണേ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഭക്ഷണം വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തരാം. നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അപ്പൊ പറഞ്ഞു, എനിക്കിത് കണ്ടപ്പോൾ നരകം ഓർമ്മ വന്നു. നമുക്ക് ആർക്കെങ്കിലും ഇന്ന് വരെ തോന്നിയിട്ടുണ്ടോ? അൽഫാം കണ്ടപ്പോൾ നരകം ഓർമ്മ വന്ന ആരെങ്കിലും ഉണ്ടോ? ഷവായി കണ്ടപ്പോൾ നരക ഓർമ്മ വന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് നരക ഓർമ്മ വന്നു. നരകത്തിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ അള്ളാഹു ശിക്ഷിക്കുക എന്ന് സയ്യിദത്തുന റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. അപ്പൊ അയാൾ പറഞ്ഞ എന്താണ്? ഈ അൽഫാമിന്റെ നട്ടെല്ലൊക്കെ അടിച്ചൊടിച്ച് പരത്തിയിട്ടാണ് അൽഫാമാക്കുക. ചില കോഴി എന്ത് ചെയ്യുന്നു? മൂട്ടിക്കൂടെ കമ്പി പിടിച്ച് കയറ്റിയിട്ട് കറക്കുക. അപ്പൊ ഈ കോഴികളൊക്കെ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. സാലിഹ്യങ്ങളായ കോഴികൾ വീട്ടിൽ നിന്ന് ചത്തുപോവാന്നാ പറഞ്ഞേ. അല്ലാത്തൊക്കെയാണ് ഇതുപോലെ ടിക്കായിട്ട് കൊന്നിട്ട് കഷ്ണം കഷ്ണമാക്കി കമ്പി കൊരുത്തിട്ട് കറക്കുക. ഈ കോഴിക്കകത്താണ് മനുഷ്യന്റെ പരീക്ഷണങ്ങൾ പലതും നടക്കുന്നത്. പലതരത്തിലാവാം. മന്തി ഉണ്ടാക്കുക, കുക്കർ ബിരിയാണി ഉണ്ടാക്കുക, പുതിയ പുതിയ പേരുകൾ ഓരോ സമയത്തും വരും. മധുഫൂൻ ഉണ്ടാക്കുക, മധുഹൂത്ത് ഉണ്ടാക്കുക. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നാൽ പിന്നെ ഓരോരോ. പണ്ട് മധുഫൂൻ എന്നൊക്കെ പറഞ്ഞാൽ പേടിയായിരുന്നു. മയ്യത്ത് കൈകാര്യം ചെയ്തിട്ട് ദഫൻ ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു അങ്ങനെ പറയാം. ഇപ്പൊ മധുഫൂൻ എന്ന് പറഞ്ഞാൽ എവിടെ ഉസ്താദ് അത് കിട്ടുക, കഴിക്കാൻ എവിടുന്നാ കിട്ടുക എന്നപ്പോ ചോദിക്കാം. അപ്പൊ ഇത് ഓരോ പേരുകൾ വന്നു. അപ്പൊ ഈ കോഴി തന്നെ ഒരു ദിവസം ലോകത്ത് എത്ര ഉപയോഗിക്കുന്നുണ്ടാവും? നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ ഓരോ ഹോട്ടലുകളിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന എണ്ണം നോക്കൂ. ഇതിനൊക്കെ ആരാണ് കൃത്യമായ അളവിലൂടെ പടച്ചു തന്നത്? മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ആരാണ് ഇതിന്റെ പ്രൊഡക്ഷൻ? എവിടുന്നാണ്? അതാണ് ആയത്തിന്റെ തുടക്കം ആലോചിക്കാൻ വേണ്ടി പറഞ്ഞത്. അവലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ. ചിന്തിക്കാനാണ്. പണ്ടുണ്ടായിരുന്ന പല ജീവജാലങ്ങളും പിന്നീട് ഇല്ലാതെയായി, വംശനാശം വന്നുപോയി. അപ്പൊ അള്ളാഹുവിന് എപ്പോ വേണമെങ്കിലും ഇതൊക്കെ നിർത്തിവെക്കാനും പറ്റും. നിങ്ങൾക്ക് ഉപകാരം, നിങ്ങൾക്ക് ഭക്ഷണം, നിങ്ങൾക്ക് ഇതെല്ലാം. മാലിക്കൂൻ എന്ന് പറയുന്ന പ്രയോഗം ഉണ്ടല്ലോ, അത് ഓരോന്നും വിശദീകരിച്ചാൽ അങ്ങനെ നീണ്ടു. മാലിക്കൂൻ, നിങ്ങൾക്ക് അള്ളാഹു ഉടമസ്ഥാവകാശം എന്ന് ആലോചിച്ച് നോക്കൂ. അതിന്റെ പാല് സത്യം പറഞ്ഞാൽ ഒരു നിലയ്ക്ക് മാറി ചിന്തിച്ചാൽ അന്യായമല്ലേ ചെയ്യുന്നത്? പശുവിന്റെ പാല് മനുഷ്യൻ കറന്നെടുക്കുന്നു. പശു പറഞ്ഞാൽ ഇത് എന്റെ കുട്ടിക്ക് കുടിക്കാനുള്ളതാണ്, നിങ്ങളങ്ങോട്ട് മാറിയിരിക്കാൻ പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? നിങ്ങളങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറഞ്ഞാല് മുട്ട എനിക്കിത് അടുത്ത കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കാനുള്ളതാണ്, നിങ്ങളങ്ങോട്ട് മാറി നിൽക്കൂ, ഈ മുട്ട നിങ്ങൾക്ക് തരാൻ. കോഴിയെ പറയുമ്പോൾ മുട്ടയെക്കുറിച്ചും പറയണ്ടേ? മുട്ട എത്രയാണ് മനുഷ്യനൊരു ദിവസം? മുട്ടയില്ലാത്തൊരു വിഭവം മിക്കാറുണ്ടാവാറില്ല, മുട്ട എല്ലാത്തിലും ഉണ്ടാവും. മുട്ട ഉപയോഗിക്കുന്ന മനുഷ്യരെത്രയാണ്? പാൽ ഉപയോഗിക്കുന്ന മനുഷ്യരെത്രയാണ്? മൊത്തം മനുഷ്യന്റെ കൈപ്പിടിയിലാണ്. ഇനി ഒരു നിസ്സാരമായൊരു ജീവിയെ കുറിച്ച് കൂടി പറഞ്ഞ് ഞാൻ ആയത്തിൽ നിന്ന് പോവാണ്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നിസ്സാരമായൊരു ജീവി തേനീച്ച. അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന തേൻ,
കാഴ്ചയിൽ വളരെ നിസ്സാരപ്പെട്ട ജീവിയാണ് തേനീച്ച. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നില്ല, വലഹും ഫീഹാ മനാഫിഉ വ മശാരിബു, വെള്ളം, അതുപോലെ തന്നെ തേനീച്ചയുടെ ഉള്ളിലുള്ള പാനീയം തേൻ ഉപയോഗിക്കാത്ത ലോകത്താരുള്ളത്. എല്ലാ മെഡിസിനിലും ഒരു കണ്ടന്റ് തേനാണ്. മെഡിസിനുകളിലൊക്കെ തേനുണ്ടാവും, നമ്മൾ കുടിക്കുന്ന സിറപ്പുകൾ അങ്ങനത്തെ അതിലൊക്കെയും തേനുണ്ടാവും. തേനിന്റെ കണ്ടന്റ് ഇല്ലാത്തത് വളരെ കുറവാണ്. തേൻ ഷിഫ ആണ്. തേൻ ഉപയോഗിക്കാത്ത മനുഷ്യരുണ്ടാവില്ല. ലോകത്തെല്ലാവരും ഉപയോഗിക്കുന്ന രുചികരമായ പാനീയം നിസ്സാരമായ ഒരു ജീവിയിൽ നിന്നുള്ളതാണ്. അത് ഷിഫയാണെന്ന് പരിശുദ്ധമായ ഖുർആൻ, അതിനെക്കുറിച്ച് പറയാൻ തന്നെ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, സൂറത്തുൻ നഹ്ൽ. ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഖുർആൻ പറഞ്ഞ പല ജീവജാലങ്ങളുണ്ട്. സൂറത്തുൻ നംൽ ഉറുമ്പുകളെ കുറിച്ച്, അതുപോലെ എട്ടുകാലിയെക്കുറിച്ച്, വ്യത്യസ്തങ്ങളായ ജീവികൾ. അക്കൂട്ടത്തിൽ തേനീച്ച ഒരത്ഭുതമാണ്. തേനീച്ചയെക്കുറിച്ചുള്ള ചർച്ച ഒറ്റക്കാര്യം കൂടി അതിലേക്ക് കൂട്ടിവെക്കുന്നു. തേനീച്ച ഇല്ലെങ്കിൽ മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ ലോകത്ത് അപകടത്തിലാണ്. തേനീച്ചകൾ ഇല്ലാതെയായാൽ മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ ലോകത്ത് അപകടത്തിലാണ്. കാരണം മനുഷ്യൻ കഴിക്കുന്ന പല വിഭവങ്ങളുടെയും പരാഗണം നടക്കുന്നത് തേനീച്ചയിലൂടെയാണ്. തേനീച്ച ഉണ്ടെങ്കിലേ ആപ്പിൾ ഉണ്ടാവും, ആപ്രിക്കോട്ട് ഉണ്ടാവും, കന്നുകാലികൾക്കുള്ള തീറ്റകൾക്ക് ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ഉണ്ടാവും. തേനീച്ചകൾ ഇല്ലാതെയായാൽ മനുഷ്യന്റെ കുലം തന്നെ മുടിഞ്ഞു പോകാൻ അത് കാരണമാവും. അത് ഖുർആന്റെ വർത്താനല്ല, അത് ശാസ്ത്രത്തിന്റെ വർത്താനാണ്. അപ്പൊ തേനീച്ചകൾ ഇല്ലാതെയായാൽ നമുക്ക് തോന്നുന്ന നിസ്സാരമായൊരു ജീവി, ആ ജീവി മനുഷ്യന്റെ നിലനിൽപ്പിന് ഇവിടെ ആവശ്യമാണ്. അതിൽ നിന്ന് വരുന്ന വെള്ളം, അതിന്റെ സ്രവം, അതിൽ നിന്ന് വരുന്ന തേൻ മനുഷ്യന്റെ രോഗങ്ങൾക്കുള്ള ശിഫയാണ്. അള്ളാഹു എത്ര കൃത്യമായിട്ടാണ് സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. അള്ളാഹു എത്ര കൃത്യമായിട്ടാണ് മനുഷ്യന് വേണ്ട വിഭവങ്ങളെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാനാണ്. ആ ആയത്തുകളുടെയൊക്കെ അവസാനം നോക്കൂ. അഫലാ യഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ? അഫലാ യഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ചിന്തിക്കൂ, അള്ളാഹുവിന് നന്ദി കാണിക്കൂ. അള്ളാഹു നന്ദിയുള്ള അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഇങ്ങനെ പറഞ്ഞാൽ ഈ ജീവികളുടെ കഥ ഇങ്ങനെ പറഞ്ഞു പോകണം. ഓരോന്നും നമ്മുടെ ആലോചനയിൽ തന്നെയുള്ള നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. ഇതൊക്കെ അള്ളാഹു നമുക്ക് വേണ്ടി, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി, ഭൂമിക്ക് വേണ്ടി, മനുഷ്യന്റെ മനോഹരമായ ജീവിത വ്യവസ്ഥകൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. പല ജീവികളെ നമുക്ക് ചിലപ്പോൾ അതിനെ കൊണ്ടുള്ള ഉപകാരം എന്താണ് എന്ന് അറിഞ്ഞുകൊള്ളണമെന്നില്ല. പല ജീവജാലങ്ങളും ഭൂമിയിൽ ഉണ്ടാകണം. അത് ഉണ്ടായില്ലെങ്കിൽ ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ അപകടമാണ്. ഭൂമിക്കിങ്ങനെ ഒരു സന്തുലിതാവസ്ഥ നൽകാൻ മനുഷ്യന് പലതരത്തിലും അതിനെ ഉപയോഗിക്കുകയും ചെയ്യാം. മനുഷ്യൻ അതിനേക്കാൾ വലിയ മൃഗങ്ങളുടെ പുറത്ത് കയറി യാത്ര ചെയ്യുന്നു, കുതിരയുടെ പുറത്ത്. എത്ര കാലമായിട്ട് ഇവിടെ മനുഷ്യനുള്ള കാലം മുതലേ മനുഷ്യൻ കുതിരയെ ഉപയോഗിക്കുന്നുണ്ട്. കുതിരയുടെ പുറത്ത് മനുഷ്യന്റെ കരുത്തും കുതിരയുടെ കരുത്തും രണ്ടാണ്. കടിഞ്ഞാനിട്ട് ആ കുതിരയുടെ പുറത്ത് കയറി മനുഷ്യൻ ദൂരങ്ങളേറെ യാത്ര ചെയ്യുന്നു. കാളവണ്ടി പണ്ട് നമ്മുടെ നാടുകളിൽ, ഇപ്പൊ കാളവണ്ടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്. പണ്ട് ലോഡെടുക്കാനൊക്കെ ഉണ്ടാവുമായിരുന്നു അല്ലേ, ചാക്ക് കയറ്റി വെക്കാനും. ഇന്നില്ല. കാളകളെ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന വണ്ടി, കുതിരവണ്ടി, കഴുതകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള, തമിഴ്നാട്ടിലൊക്കെ ചെന്നാൽ ഇപ്പോഴും കാണാം, പാലക്കാട് ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിലൊക്കെ കാണാം, കഴുതകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചരക്ക് കൈമാറ്റം. അപ്പൊ നിങ്ങൾക്ക് സാധനം കൊണ്ടുപോകാനും കഴിക്കാനും കുടിക്കാനും എല്ലാം പറ്റുന്ന പാകത്തിൽ ഈ കന്നുകാലികളെയൊക്കെയും സംവിധാനിച്ചു വെച്ച റബ്ബ് അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാൻ നമ്മളോട് പറഞ്ഞു തരാണ്. അഫലാ യഷ്കുറൂൻ. ഇതൊക്കെ പറയുന്നതിനാ? ഇതൊക്കെ സംവിധാനിച്ച റബ്ബിന് പരലോകം ഒരു പ്രയാസമാണെന്ന് തോന്നുന്നുണ്ടോ? ചെറിയൊരു തേനീച്ചയിൽ നിന്ന് മനുഷ്യനുള്ള ശിഫാവും മരുന്നും ദുനിയാവിന്റെ സന്തുലിതാവസ്ഥയും ഒക്കെ നിലനിർത്തുന്ന പാകത്തിലുള്ള സൃഷ്ടിപ്പ്. അതുപോലെ ഇവിടെ ഓരോ ജീവജാലങ്ങളും അവയുടെ ധർമ്മം ചെയ്യുകയാണ്. പോരാത്തതിന് അതെല്ലാം അള്ളാഹുവിനെ ദിക്റ് ചൊല്ലുകയാണ്. അതെല്ലാം റബ്ബിന്റെ മുമ്പിലെത്തുന്നൊരു ദിവസം വരും. ജീവജാലങ്ങളും റബ്ബിന്റെ മുമ്പിലെത്തും. അള്ളാഹു അവയോടെല്ലാം അവിടെ എത്തുമ്പോൾ നിങ്ങളെയൊക്കെ പടച്ചത് മനുഷ്യർക്ക് വേണ്ടിയായിരുന്നു. അതേ അല്ലാഹു തആല അവിടെ വെച്ച് കുന്തു തുറാബാ എന്ന് മനുഷ്യൻ വിലപിക്കുന്നത് എപ്പോഴാണ്? ഈ ജീവജാലങ്ങളോടെല്ലാം നിങ്ങൾ മണ്ണായിക്കോ എന്ന് പറയുന്ന നേരത്താണ്. അതിന്റെ വിചാരണ കഴിഞ്ഞ് അതൊക്കെ രക്ഷപ്പെടും. അപ്പം മനുഷ്യൻ പറയും, ഞങ്ങളും അങ്ങനെ ആയിരുന്നെങ്കിൽ, ദുനിയാവിൽ വല്ല ജീവിയുമായി ജീവിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു. ഇതുപോലെ ഇവിടെ പ്രയാസം അനുഭവിക്കാതെ പോകാമായിരുന്നു. പക്ഷേ അല്ലാഹു തആല ഇതൊക്കെ സംവിധാനിച്ചും ചിട്ടപ്പെടുത്തിയും തന്നത് നമുക്കാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ ഈ ഭാഗം ആലോചിക്കാനാണ്. ശിക്ഷകളുടെ ഭാഗം കഴിഞ്ഞ് നമ്മുടെ മുന്നിൽ വന്ന വീണ്ടും അനുഗ്രഹങ്ങളെ കൊണ്ട് അല്ലാഹു തആല നമ്മെ ആലോചിപ്പിക്കുകയാണ്. വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹതൻ ലഅല്ലഹും യുൻസറൂൻ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ
അള്ളാഹുവാണ് ഇതിനെയൊക്കെ പടച്ച് പരിപാലിച്ച് അവർക്ക് കീഴ്പ്പെടുത്തി അതിൽ നിന്ന് വെള്ളം നൽകി അതിൽ നിന്ന് ഭക്ഷണം നൽകി അള്ളാഹു അവർക്ക് പ്രയോജനപ്പെടുത്തി കൊടുത്തിരിക്കുകയും വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹതൻ ലഅല്ലഹും യുൻസറൂൻ. അവരോ അള്ളാഹുവിന് പുറമെ പല ആരാധ്യ വസ്തുക്കളെയും പല ദൈവങ്ങളെയും സ്വീകരിക്കുകയാണ്. അവർക്ക് കാര്യം ലഭിക്കാൻ സഹായം ലഭിക്കാനൊക്കെ അള്ളാഹുവിന് പുറമെ പല ആരാധ്യ വസ്തുക്കളെയും ഇലാഹുകളെയും അള്ളാഹു അല്ലാത്ത പല ഇലാഹുകളും അവർക്കുണ്ട്. അവരല്ലാഹുവിന് പുറമെ പലരെയും ആരാധിക്കുകയാണ്. ആ ആരാധന അത് വലിയ കൊടും പാപമാണല്ലോ. അള്ളാഹുവിനോട് പങ്കു ചേർക്കാന്നുള്ളത് വലിയ പാപമാണ്. അള്ളാഹുവിന് പുറമെ ഇലാഹുണ്ടെന്നവർ വിശ്വസിക്കുന്നു. അള്ളാഹുവിന് പുറമെ ഇലാഹുകളുണ്ടെന്നവർ വിശ്വസിക്കുന്നു. അള്ളാഹുവിന് പുറമെ ഈ ദുനിയാവിന് വേറെ റബ്ബുണ്ടെന്നവർ വിശ്വസിക്കുന്നു. അതെല്ലാം എത്ര വലിയ കൊടും ബാധകമാണ്. അവരീ ആരാധിക്കുന്ന കല്ലിനോ മണ്ണിനോ മറ്റു വസ്തുക്കൾക്കോ ഈ ജീവികളെ പടച്ചതിലൊരു പങ്കുമില്ല. ഈ കാലികളെയും തേനീച്ചകളെയും ഈ കാണുന്ന ഏതെങ്കിലും ഒരു മൃഗത്തെ പടച്ചതിൽ അവരീ ആരാധിക്കുന്ന ഒരൊറ്റ ആരാധ്യ വസ്തുവിനും ഒരു പങ്കുമില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവരല്ലാഹുവിന് പുറമേ പല ഇലാഹുകളെയും സ്വീകരിച്ചിരിക്കുന്നു. ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന രക്ഷിതാവ്, നമ്മളെല്ലാം ഏകനായ റബ്ബിൽ വിശ്വസിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ദാത്തിലോ സിഫാത്തിലോ സത്തയിലോ ഗുണത്തിലോ അള്ളാഹുവിന് തുല്യനായി ഒരാളുണ്ട് എന്ന് വിശ്വസിക്കലാണ് ശിർക്ക് എന്ന് പറയാം. ദൈവമായി അള്ളാഹു അല്ലാത്ത വേറൊരാളുണ്ട്, ദൈവത്തിന്റെ ഗുണങ്ങളുള്ള, അല്ലെങ്കിൽ ദൈവത്തിന്റെ മകനായി, അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനായി, ദൈവത്തിന്റെ സന്താനമായി ദൈവീകമായ ഗുണങ്ങളുള്ള ഒരാളുണ്ട് എന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ പലരും ഉണ്ട് എന്ന് വിശ്വസിക്കുക. ഈ കല്ലിന് ദൈവത്തിന്റെ ഗുണങ്ങളുണ്ട്, സ്വന്തമായി പല കഴിവുകളും ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനെ ആരാധിക്കുക. അതിനെയാണ് ഷിർക്ക്, അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറയാം. അവന്റെ കഴിവിലും അധികാരത്തിലുമൊക്കെ പങ്കുചേർക്കുക. അപ്പൊ അത് വലിയ കൊടും പാപമാണ്. അതുകൊണ്ടാണ് അവിടെ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞത്, ഇവര് കാണിക്കുന്ന ഈ പണി നോക്കൂ, അള്ളാഹുവിന് പുറമെ അവർ ഇലാഹുകളെ സ്വീകരിച്ചിരിക്കുന്നു. പലപ്പോഴും പല ആളുകളും തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ പല ആരാധ്യ വസ്തുക്കളെയും സങ്കല്പിക്കുക, അതിന് ദൈവീകത്വമുണ്ട് എന്ന് കൽപ്പിച്ച് നൽകലാണ്. എന്നാൽ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ബഹുമാനിച്ച അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, സജ്ജനങ്ങൾ, അവരെ മുൻനിർത്തിക്കൊണ്ട് ദുആരക്കുന്നതും തവസ്സുൽ ചെയ്യുന്നതും ഇസ്തിഗാസ ചെയ്യുന്നതും ഒക്കെ ഷിർക്കാണെന്ന് ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്. നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കിയാൽ മതി. മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ നമ്മൾ യാ ഗൗസ് യാ മുഹീദ്ദീൻ എന്ന് വിളിക്കും. മുഹീദ്ദീൻ ഷെയ്ഖ് പടച്ചവനാണെന്ന് വിശ്വാസമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ടോ? ഉണ്ടോ? മുഹീദ്ദീൻ ഷെയ്ഖ് പടച്ചവനാണെന്ന് വിശ്വാസമുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരാൾക്കും അങ്ങനെ ഒരു വിശ്വാസമില്ല. മറിച്ച് നമുക്കറിയാം മുഹീദ്ദീൻ ഷെയ്ഖിനെ അള്ളാഹു പടച്ചതാണ് എന്ന് മാത്രമല്ല, മുഹീദ്ദീൻ ഷെയ്ഖ് ആയത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ വലിയായതുകൊണ്ടാണ്. യാ ഗൗസ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഖാദിറായ റബ്ബിന്റെ അടിമയാണ് മുഹീദ്ദീൻ. മുഹീദ്ദീൻ ഷെയ്ഖിന് സ്വന്തമായിട്ടൊരു കഴിവില്ല. മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ കഴിവ് ആര് കൊടുത്ത കഴിവാണ്? അള്ളാഹു കൊടുത്ത കഴിവാണ്. ബദരീങ്ങളെ നമ്മൾ വിളിക്കും. ബദരീങ്ങൾ പടച്ചവനാണെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരും ഉണ്ടാവില്ല. ബദരീങ്ങളെ കഴിവ്, ബദരീങ്ങളെ ആര് ബഹുമാനിച്ചു? അള്ളാഹു ബഹുമാനിച്ചു. ബദരീങ്ങൾക്ക് ആരാണ് എന്തെങ്കിലും കഴിവുകൾ കൊടുത്തത്? ജീവിച്ചിരിക്കുന്നവർക്കാകട്ടെ മരിച്ചവർക്കാകട്ടെ കഴിവ് കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. അത് ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും സ്വന്തമായ വാപ്പയോട് പറഞ്ഞു, വാപ്പ ഒരു ഗ്ലാസ് വെള്ളം തരണം. വാപ്പയ്ക്ക് സ്വന്തമായിട്ട് വെള്ളം ഉണ്ടാക്കാനുള്ള കഴിവില്ല. എടുത്തു തരാനുള്ള ശക്തിയും കഴിവും കൂവത്തും ഒക്കെ അള്ളാഹു നൽകിയതാണ്. അത് വാപ്പയോടാണെങ്കിലും കൊച്ചാപ്പയോടാണെങ്കിലും ഉമ്മയോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ഇത് വേർതിരിച്ച് മനസ്സിലാകാതെ പോയതാണ് ലോകത്ത് വന്ന മഹാന്മാരായ മുസ്ലിം ബഹുഭൂരിപക്ഷം വരുന്ന മഹാന്മാരെയും കാഫിറുകളാക്കി കളയാൻ, മുശ്രിക്കുകളാക്കി കളയാൻ ഇസ്ലാമിന്റെ വിരോധികൾ ഉപയോഗിച്ചത്. ഇതിന്റെ വേർതിരിവ് എന്താണെന്ന് മനസ്സിലാകാതെ പോയി. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ വിളിക്കും യാ റസൂലല്ലാഹ് എന്ന് വിളിക്കും. അതിൽ തന്നെയുണ്ട് അള്ളാഹുവിന്റെ റസൂലേ എന്നാണ് ആ വിളി. അള്ളാഹുവിന്റെ റസൂലേ എന്നാണ് ആ വിളി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കഴിവില്ല. അവിടുന്ന് ദൈവമാണെന്നോ പടച്ചവനാണെന്നോ ഒന്നും ആരും വിശ്വസിക്കുന്നില്ല. മറിച്ച് ഈ മഹാന്മാരൊക്കെ സഹായിക്കുന്നത് അള്ളാഹു അവർക്ക് നൽകിയ കഴിവ് കൊണ്ടാണ്. അത് ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചുപോയവരാകട്ടെ. ഒരു മുഅ്മിനും ഒരു വലിയനെയും ഒരു നബിയെയും ഒരു ഏതെങ്കിലും അള്ളാഹുവിന്റെ ഔലിയാക്കളെയും പടച്ചവനാണ് എന്ന് കരുതി വിളിക്കുന്നില്ല. പിന്നെ ചില ആളുകളൊക്കെ ഇങ്ങനെ തെറ്റിദ്ധരിച്ച് പല വർത്തമാനങ്ങളും പറയാറുണ്ട്.
അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗം ഏതാണെന്നും മുൻഗാമികളുടെ മാർഗം ഏതാണെന്നും നമ്മൾ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ ദാത്തിലും സിഫാത്തിലും അള്ളാഹുവിൻ്റെ സത്തയിലും ഗുണത്തിലും ദൈവീകത്വത്തിലുമൊക്കെ ആളുകളെ പങ്കുചേർക്കുക. അള്ളാഹുവിന് തുല്യനായി ഒരാളെ കൊണ്ടുവരിക, പടച്ചവൻ്റെ തുല്യനായി, സ്വന്തം കഴിവുള്ള, സ്വന്തമായി ചെയ്തു തരും എന്നുറപ്പുള്ള അവൻ്റെ കഴിവ്. അള്ളാഹുവിൻ്റെ കഴിവ് ആരും കൊടുത്ത കഴിവല്ല, അള്ളാഹുവിൻ്റെ കഴിവ് അവൻ്റെ കഴിവാണ്. അവൻ ഖാദിറായ റബ്ബാണ്. ലോകത്ത് ബാക്കിയുള്ളവരുടെ എല്ലാം കഴിവ്, ഞാൻ ഈ സംസാരിക്കുന്നു, എൻ്റെ കഴിവ് അള്ളാഹു തന്നതാണ്. നിങ്ങളിത് കേൾക്കുന്നു, കേൾക്കാനുള്ള കഴിവ് അള്ളാഹു തന്നതാണ്. ഇത് വേർതിരിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാലത്താണ് നമ്മളുള്ളത്. അപ്പോൾ അള്ളാഹു തആല ചോദിക്കുന്നുണ്ട് ഇവിടെ, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും, അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത പല ദൈവങ്ങളെയും സ്വീകരിച്ചിരിക്കുന്നു. അതാണ് നമ്മുടെ ചർച്ചയുടെ മെറിറ്റ് നാം മനസ്സിലാക്കുന്നത്. പല ആരാധ്യ വസ്തുക്കളെയും. നമ്മളൊരു വലിയനെ ആരാധിക്കുന്നില്ല. മദീനത്തെ പള്ളിയിൽ സിയാറത്തിന് പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരാധിക്കാനാണോ? ആലോചിച്ചു കാണോ? അല്ല, അവിടെ സിയാറത്തിന് പോകുന്നു. അതുപോലെയാണ് ലോകത്ത് ഒരു മാടവന ഉസ്താദിന്റെ മക്കാമിൽ പോകുന്നത് ബഹുമാനപ്പെട്ട ആലുവ അബൂബക്കർ മുസ്ലിയാർ, നമ്മുടെ അടുത്ത് മറപ്പെട്ട് കിടക്കുന്ന ഒരു കാലത്തെ ആത്മീയ ചക്രവാളത്തിലെ തുല്യതയില്ലാത്ത മനുഷ്യനാണ് ബഹുമാനപ്പെട്ട മാടവന ഉസ്താദ്. അള്ളാഹുവരുടെയൊക്കെ ബർക്കത്ത് നമുക്ക് നൽകുമാറാകട്ടെ. സമയം കിട്ടുമ്പോൾ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് നമ്മൾ ലോകത്ത് പലയിടത്തും സിയാറത്തിന് പോയി അടുത്ത് കിടക്കുന്ന ആളുകളെയൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഓർക്കൂല, അല്ലെങ്കിൽ അറിയൂല. അവരുടെ അടുത്ത് പോകുന്നത് അവരെ ആരാധിക്കാനല്ല, മറിച്ച് അള്ളാഹുവിന്റെ സ്വാലിഹ്യങ്ങളിൽപ്പെട്ടവരാണ്. അവരുടെ അടുത്ത് നിന്ന് ദുആ ചെയ്തത് കൊണ്ട് അള്ളാഹു തആല നമുക്ക് അനുഗ്രഹം ചെയ്യുമെന്ന് കരുതിയാണ്. അവരാരും പടച്ചവനാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ആ മക്കാമുകളോ മക്ബറകളോ ഒന്നും ആരാധ്യ വസ്തുക്കളോ ആരാധനാ കേന്ദ്രങ്ങളോ അല്ല. അത് വേർതിരിച്ച് കൃത്യമായി, ഏതുപോലെ മദീനത്തെ പള്ളി ആരാധിക്കാനുള്ളതാണ്. അതായത് ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ നമ്മൾ പോകുന്നത് മുസ്തഫായ നബി തങ്ങളെ ആരാധിക്കാനല്ല. അപ്പൊ ഇതൊക്കെ വേർതിരിച്ച് കൃത്യമായി മനസ്സിലാക്കിയാൽ ഇപ്പോൾ ഉള്ള ഈ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവുകയില്ല. അപ്പൊ അള്ളാഹുവിന് പുറമെ പല ആരാധ്യ വസ്തുക്കളെയും അവർ സ്വീകരിച്ചിരുന്നു. ലാ യസ്തതീഊന, ഒരായത്തുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ലാ യസ്തതീഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ. അവർ വിചാരിക്കുന്നത് അള്ളാഹുവിന് പുറമെ അവർ ഈ ദൈവങ്ങളായി കണ്ടിരിക്കുന്ന ആളുകൾ അവരെ സഹായിക്കുമെന്നാണ്. എന്നാൽ അവർക്ക് അങ്ങനെ ഒരു സഹായം ചെയ്യാൻ കഴിയുകയില്ല. ലാ യസ്തതീഊന നസ്റഹും, അവർക്ക് അങ്ങനെ ഒരു സഹായം ചെയ്യാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ. ഈ ആളുകൾ വെറുതെ അവരുടെ ആളുകളായി പട്ടാളം ചമയുകയാണ്. അവർ വിചാരിക്കുന്നത് ഈ കല്ലുകൾ അവരെ വിളിച്ചാരാധിക്കുന്ന, അവര് ദൈവമായി കണ്ടിരിക്കുന്നതൊക്കെ അവരെ സഹായിക്കുമെന്നാണ്. അങ്ങനെ ഒരു സഹായം അതിൽ നിന്നൊന്നും വരാനില്ല. അവർ ഈ കാണുന്ന കല്ലുകൾക്കും മണ്ണുകൾക്കും വേണ്ടി, അല്ലെങ്കിൽ അവരാരാധിക്കുന്ന ദൈവങ്ങൾക്ക് വേണ്ടി പട്ടാളമായി മാറുകയാണ്. അതുകൊണ്ട് ഹബീബായ നബിയേ, മുസ്തഫായ നബി തങ്ങളോട് വർത്തമാനം പറയാണ്. ഇത്രയൊക്കെ വലിയ അനുഗ്രഹം ചെയ്തിട്ടും റബ്ബിനെ മറന്നു പോകുന്ന എത്ര വലിയ ധിക്കാരമാണ്. അള്ളാഹുവിന് പുറമെ ഒരു ഇലാഹുണ്ട് എന്ന് വിശ്വസിക്കുക, ഇതൊക്കെ സംവിധാനിച്ചു കൊടുത്ത റബ്ബിനെ മറന്നു കളയുക. അള്ളാഹു കൊടുത്ത ഈ അനുഗ്രഹങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചാൽ ഇതൊന്നും ഉപയോഗിക്കാത്ത ആളുകളോ ദിവസങ്ങളോ ഉണ്ടാവുകയില്ല. നമ്മൾ ഈ ആയത്തൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്. പാല് ഉപയോഗിക്കാത്ത ആളുകളോ അതിൻ്റെ ഏതെങ്കിലും ഒരു ജീവിയിൽ നിന്നുള്ള ഉപകാരം പറ്റാത്ത ഒരു ദിവസവും നമുക്കുണ്ടാവുകയില്ല. അല്ല, ഞാൻ വീഗനാണ്, ഞാനിതൊന്നും കഴിക്കില്ല, ഞാൻ സസ്യം മാത്രമേ കഴിക്കുള്ളൂ എന്നൊക്കെ ചില ആളുകൾ പറയും. ഒരു ജീവിയിൽ നിന്നുള്ള ഉപകാരം ഉപയോഗിക്കാത്ത ഒരു ദിവസം നമുക്ക്, പാല് കുടിക്കാത്ത അല്ലെങ്കിൽ മാംസം കഴിക്കാത്ത ആളുകൾ എന്ത് കഴിക്കും? മുട്ട കഴിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഇത് രണ്ടും ഉപയോഗിക്കാത്ത ആളുകളും പശുവിൻ്റെയോ മറ്റോ ഒക്കെ തോലുകൊണ്ടുണ്ടാക്കിയ ബെൽറ്റുകളും ചെരുപ്പുകളും വസ്ത്രങ്ങളും ബാഗുകളും ഒക്കെ ധരിക്കും. കമ്പിളി പുതപ്പുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തണുപ്പത്ത് ഉപയോഗിക്കുന്ന കമ്പിളികൾ ഇതെവിടെ നിന്ന് വന്നു? ഏത് മൃഗത്തിന്റെ രോമ? നമ്മളെപ്പോഴും വായിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നതല്ലേ. ശക്തമായ തണുപ്പുള്ള സമയത്ത് ഉപയോഗിക്കുന്ന വീട്ടിലെ ബ്ലാങ്കറ്റുകൾ അതെവിടെ നിന്ന് വന്നു? ആ ബ്ലാങ്കറ്റുകൾ ഉപയോഗിക്കുന്ന, ഞാൻ മൃഗങ്ങളെ ഒന്നും ഉപദ്രവിക്കില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ രാത്രി അയസിയിട്ടിട്ട് പൊതച്ചു കിടക്കുന്ന ബ്ലാങ്കറ്റ് എവിടുന്നാ വന്നേ? ഏതോ മൃഗത്തിന്റെ രോമം ചെത്തിയെടുത്ത് ശുദ്ധീകരിച്ച് നന്നാക്കി കൊണ്ടുവന്നാണ്. ഈ ദുനിയാവിലെ, നേരത്തെ മരങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, കിടക്കുന്നത് മരത്തിന്റെ കട്ടിലാണ്.
ഈ സാധനമൊക്കെ എന്താണ്? അല്ലാഹു തആല പടച്ചു കൊടുത്തതാണ്. അപ്പൊ മനുഷ്യന് ഇതൊക്കെ ഉപയോഗിച്ചേ പറ്റൂ. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അള്ളാഹുവിനെ മറന്നു പോവുക അത്ര വലിയ നന്ദികേടാണ്. ഇതൊക്കെ ചെയ്തു കൊടുത്ത റബ്ബിനെ മറന്നു പോവുക എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന രക്ഷിതാവ്, അവന് പുറമെ ഇലാഹുകൾ ഉണ്ടെന്ന് വിചാരിക്കുക, അതിനുവേണ്ടി വാദിക്കുകയും അതിന്റെ പിന്നാലെ കൂടുകയും ചെയ്യുക. അവർക്ക് അങ്ങനെയുള്ള ഇലാഹുകളിൽ നിന്നൊരു സഹായവും കിട്ടുകയില്ല. എന്നിട്ടൊറ്റ വാക്കുകൂടി, ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും, ഇത്രയെല്ലാം അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടും അവര് പറയുന്ന വാക്കുകൾ, ഹബീബായ നബിയെ അങ്ങേ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. ഫലാ യഹ്സുൻക ഖൗലുഹും, അവര് പറയുന്നത് കേട്ട് സങ്കടപ്പെടേണ്ട നബിയെ. ഇതെല്ലാം കാണിച്ചു കൊടുത്ത്, റബ്ബിനെയും കാണിച്ചു കൊടുത്തിട്ടും അവർ പിന്നെയും ഇതൊക്കെ സിഹറാണെന്നും ഇതൊക്കെ കവിതയാണെന്നും മുഹമ്മദിന്റെ കൺകെട്ടാണെന്നും ഇതൊന്നും അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതല്ലെന്നും ഒക്കെ അവർ പറയും. അതൊന്നും കേട്ട് ദുഃഖിക്കരുത്. എത്ര നന്മ പറഞ്ഞു കൊടുത്താലും അവർ ചിലപ്പോൾ പരിഹസിക്കും. എത്ര നന്മ പറഞ്ഞു കൊടുത്താലും അവരതിൽ നിന്ന് തെറ്റിക്കളയും, തിരിഞ്ഞുകളയും. എത്ര നല്ലത് ചെയ്തു കൊടുത്താലും അവർ നന്ദികേടിന്റെ വർത്തമാനങ്ങൾ പറയും. അത് നബിമാരുടെ ജീവിതത്തിൽ ഉണ്ടായതാണ്. എത്ര ഖൈറാത്തുകൾ ഒരാളിൽ നിന്ന് കിട്ടിയാലും നന്ദി കെട്ട വർത്താനം പറയും, മോശപ്പെട്ട വർത്താനം പറയും. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. അല്ലാഹു തആല രഹസ്യവും പരസ്യവും എല്ലാം അറിയുന്നതാണ്. രഹസ്യമായി പറയുന്നതും പരസ്യമാക്കുന്നതും എല്ലാം അല്ലാഹുവിനറിയാം. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ചിലപ്പോൾ പറയും, നമ്മൾ മക്കൾക്ക് ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ട് നന്ദികേട് കാണിച്ചു, ഭാര്യമാര് നന്ദികേട് കാണിച്ചു എന്നൊക്കെ പറയും. ഫലാ യഹ്സുൻക ഖൗലുഹും. നിങ്ങൾക്ക് എന്ത് വേണ്ട? അങ്ങനെ ഒരു ചിന്തയോ ഒരു വിഷമോ ഉണ്ടാവണ്ട. അവരുടെ വാക്കുകൾ, അവരെ പലപ്പോഴും നമ്മളോട് പറഞ്ഞ വാക്ക്, ഞാൻ എന്തെല്ലാം ചെയ്തു കൊടുത്തിട്ട് എൻ്റെ ഭാര്യ പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ എന്തെല്ലാം ചെയ്തു കൊടുത്തിട്ട് എൻ്റെ മക്കൾ പറഞ്ഞത് കേട്ടില്ലേ. ഫലാ യഹ്സുൻക ഖൗലുഹും. ആ വാക്കുകൾ നിങ്ങളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. അള്ളാഹു രഹസ്യവും പരസ്യവും ഒക്കെ അറിയുന്നവനാണ്. നിങ്ങൾ ചെയ്തു കൊടുത്തതും നിങ്ങൾ എന്തൊക്കെ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ റബ്ബിന് നല്ലപോലെ അറിയാം. ഈ വാക്കൊക്കെ മനസ്സിൽ വെച്ചാൽ ജീവിതത്തിൽ നല്ല സമാധാനമാണ്. വലാ യഹ്സുൻക ഖൗലുഹും. നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവര് ഇമ്മാതിരി വർത്താനം പറയുന്നില്ലേ, അത് വിട്ടുകളയും. അത് ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങളുടെ കൽബിലേക്ക് നിങ്ങൾ അത് എടുക്കണ്ട. അള്ളാഹു ഇതെല്ലാം അറിയുന്നവനാണല്ലോ. അത് തന്നെ വലിയൊരു ആശ്വാസമാണല്ലോ. അള്ളാഹു ഇതെല്ലാം അറിയുന്ന റബ്ബാണല്ലോ. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. സൂറത്ത് യാസീനിന്റെ അവസാന ഭാഗങ്ങൾ, മനുഷ്യന്റെ സൃഷ്ടിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള മടക്കം എന്ന ഭാഗം വരുന്ന 77 മുതൽ 83 വരെയുള്ള ആയത്തുകളാണ് നാളെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ റമളാനിൽ ഇത്രയേറെ ദിവസങ്ങൾ, ഇത്രയേറെ മണിക്കൂറുകൾ നമുക്കിതിനു വേണ്ടി ചെലവഴിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സൂറത്ത് യാസീൻ കൊണ്ട് അള്ളാഹു 2 ലോകവും വെളിച്ചമാക്കി നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, മർഹമത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങളും അള്ളാഹു അകറ്റി നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാവിധമായ റാഹത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മെ തൊട്ട് മൺമറഞ്ഞുപോയ ആളുകൾക്കൊക്കെയും അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമളാൻ അനുകൂലമായി സാക്ഷിയാകുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.